നമസ്കാരം. പുതിയ വഴി വെട്ടുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും പാട്. പഴയ വഴി കൂടെ നമുക്ക് നടന്നു പോകാൻ കുറച്ചെങ്കിലും എളുപ്പമാണ്. അങ്ങനെ മലയാള സിനിമയിൽ പുതിയ വഴി വെട്ടിയ 3 മേക്കേഴ്സാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഗിവ് ഇറ്റ് അപ്പ് ഫോർ ജിതിൻ ലാൽ, MC ജിതിൻ, സെന ആഗ്ഡെ സാർ. അപ്പോൾ ആദ്യം നമുക്ക് കാസർഗോട്ടേക്ക്, കാഞ്ഞങ്ങാടേക്ക് മലയാള സിനിമയുടെ ഒരു നാഷണൽ ഹൈവേ തന്നെ വെട്ടിയ സെന ആഗ്ഡെ സാറിൽ തുടങ്ങാം നമുക്ക്. മലയാള സിനിമയുടെ ന്യൂ മെക്സിക്കോ ആക്കി കാഞ്ഞങ്ങാടിനെ മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഹൗ പ്രൗഡ് ആർ യു ഇങ്ങനെ കാഞ്ഞങ്ങാട്ടേക്ക് മലയാള സിനിമ എത്തിച്ച മേക്കർ എന്ന് പറയുമ്പോൾ? I'm not sure Mexico is right analogy. It's full of cartels. അല്ല, നമ്മളെ പേരും വന്നിരുന്നു കാസർഗോഡ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. എനിവേ, ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻടു ഇറ്റ്. ഇല്ല, മെയിൻലി ഐ മേക്ക് ഫിൽംസ് ഫ്രം കാഞ്ഞങ്ങാട് ഔട്ട് ഓഫ് നെസസിറ്റി ആൻഡ് കംഫർട്ട്. I was born and raised കാഞ്ഞങ്ങാടിലായിരുന്നു. I lived there. I hardly lived there. ഒരു 2015 I returned back and then I've not left the place. So it's mainly out of necessity. ഞാൻ എറണാകുളം വന്ന് താമസിച്ച് സിനിമ ചെയ്യേണ്ട. I was not in the frame of mind for that. So I wanted to stay back in Kaanyangad and do everything from there. And with the technology easily accessible now, അത് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. So that's how it started. It's purely out of necessity. അങ്ങനെ ആയി മാറിയതാണ്. അതെ, അങ്ങനെയാണ്. I came back, I had nothing to do. ഒരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു always wanted to do one film in life. അങ്ങനെയാണ് തുടങ്ങിയത്. So I had some equipments, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. So we made a docudrama called 041. അത് ചെയ്ത് we cut a trailer. I am firm believer that along with hard work and talent and everything, you need a huge amount of luck. And luckily I had that. അതിന്റെ ട്രെയിലർ അനുരാഗ് കശ്യപ് കണ്ടു. He shared it. And this was before all the OTT platforms and social media. ഇപ്പോഴത്തെ പോലെ ആയിരുന്നില്ല. Just Facebook ഉണ്ടായിരുന്നു ആ സമയത്ത്, അത്രേ ഉള്ളൂ. So he noticed, he shared it, and then it became a big thing. And അവിടെ നിന്നാണ് ആ ജേർണി തുടങ്ങിയത്. And after that I made a Kannada film, and then I realized that I need to come back to Malayalam because that's where I felt my sense and sensibility kind of match. അങ്ങനെയാണ് തിങ്കളാഴ്ച നിശ്ചയം ഉണ്ടാക്കിയത്. കറക്റ്റ്. ജിതിൻ ലാൽ വഴി വെട്ടിത്തെളിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യത്തെ സിനിമ ഒരു മേക്കർ എടുക്കുമ്പോൾ സാധാരണ കേട്ടിട്ടുള്ളത്, നമ്മൾ ആ പടം എങ്ങനെയെങ്കിലും ഇറങ്ങണം എന്ന് ആഗ്രഹിച്ച് പെട്ടെന്ന് അത് ഇറക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ജിതിൻ 6 വർഷം ARMന് വേണ്ടി പണിയെടുത്ത് വെയിറ്റ് ചെയ്ത്, വേറെ സിനിമകൾ ചെയ്തോന്ന് ടൊവിനോ പറഞ്ഞിട്ട് പോലും അത് ചെയ്യാതെ വെയിറ്റ് ചെയ്ത് വിചാരിച്ച വലിപ്പത്തിൽ, വിചാരിച്ച വിഷ്വൽ ബ്യൂട്ടിയിൽ ARM ഇറക്കി 6 വർഷത്തിന് ശേഷം. അതാണ് ജിതിൻ വെട്ടിത്തെളിച്ച വഴി എന്ന് പറയുന്നത്. ബിഫോർ ARM, ആഫ്റ്റർ ARM ജിതിൻ്റെ ലൈഫ് എങ്ങനെയൊക്കെ മാറിയിട്ടില്ല എന്ന് പറയരുത്, ഞങ്ങൾ കാണുന്നതാണ്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ARM വലിയൊരു വിജയമാക്കി തന്നത് നിങ്ങളാണ്. അതിനാദ്യം ഞാൻ നന്ദി പറയുന്നു. അതിനോടൊപ്പം നേരത്തെ ചോദിച്ചതിനെയും കാട്ടി ഐ ഫീൽ വെരി പ്രൗഡ് വെൻ ഐ എം സിറ്റിംഗ് ടുഡേ ഹിയർ. കാരണം കഴിഞ്ഞ 2 കായലും ഞാനിവിടെ തേരാപ്പാര നടന്ന ഒരാളാണ്. കഴിഞ്ഞ വർഷം ഇതേപോലെ ഈ ദർബാർ ഹാളിൻ്റെ വെളിയിൽ വെച്ചിട്ട്, അതൊരു ഇതല്ല, എനിക്ക് ഉണ്ടായൊരു ഇത് തമാശയ്ക്കാണെങ്കിലും, ഇവിടെ വന്നൊരു സ്പീക്കർ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്കെന്താ ഇവിടെ കാര്യം, നീ എന്തെങ്കിലും ബുക്കൊക്കെ വായിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇൻ 1 ഇയർ ടൈം ഞാനിവിടെ അടുത്ത കായ്ക്ക് സ്പീക്കറായിട്ട് വന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ നമ്മൾ നമ്മുടെ സ്വപ്നത്തിന് പിറകെ പോവുക. അങ്ങനത്തെ ഒരു സ്വപ്നമായിരുന്നു ARM. അപ്പോൾ ARMന് മുന്നേ എങ്ങനെയായിരുന്നോ അങ്ങനെയൊക്കെ തന്നെയാണ് ARMന് ശേഷവും. അങ്ങനെ പോകണം, പക്ഷേ ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ അതിൻ്റെ ഒരു ഹൈ അതിൽ എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ അതിൽ ട്രിപ്പ് ചെയ്യുക അങ്ങനത്തെ ഇല്ല, അങ്ങനെയില്ല. കരിയറിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് റൂമേഴ്സ് ഒക്കെ ഉണ്ട്, അതിലേക്ക് നമുക്ക് വഴി വരാം. പക്ഷെ നമുക്ക് MC ജിതിനിലേക്ക് പോവാം. ജിതിൻ വഴി വെട്ടിത്തെളിച്ചത് മലയാളത്തിൽ ആരും അങ്ങനെ തൊടാത്തൊരു കോൺസെപ്റ്റിലേക്ക്, വുമൺ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നസ്രിയെ കൊണ്ടിരുന്നു. അതായിരുന്നു ജിതിൻ്റെ പുതിയ വഴി എന്ന് പറയുന്നത്. ഇപ്പം സൂക്ഷ്മദർശിനിയിലെ പ്രിയദർശിനിയുടെ സൂക്ഷ്മദർശിനിയിലൂടെ ഇനിയും കേസുകൾ തെളിയോ? ഒരു കൾട്ട് ക്യാരക്ടറായി മാറ്റി ഇനിയും പടങ്ങൾ ഇറങ്ങുമെന്ന്. ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു ഈ കഥ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, ആക്ച്വലി ഇപ്പോഴത്തെ സൂക്ഷ്മദർശിനിയിലെ ഡ്രാമ വരുന്നതിന് മുമ്പ് തന്നെ വേറെയും ഒരുപാട് ഡ്രാമകൾ ഞങ്ങൾ പ്രിയദർശിനിക്ക് വേണ്ടി ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പം മനസ്സിലായത് ഈ ക്യാരക്ടർ എവിടെയും സ്യൂട്ടബിൾ ആണ് ആക്ച്വലി. അപ്പം അങ്ങനെ ഒരു സാധ്യതയുണ്ട് ആക്ച്വലി. ഇപ്പം അതിന് തൊഴിൽ സ്ഥലങ്ങളിൽ സാധ്യതയുണ്ട്. അങ്ങനെ പല നമ്മൾ ആലോചിക്കുമ്പം അത് വർക്കബിൾ ആണ്. കേസുകൾ ഇനിയും തെളിയിക്കാം പ്രിയദർശിനിക്ക്. തീർച്ചയായിട്ടും നല്ല ഡ്രാമ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രാമ എനിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി പ്ലാനിലുണ്ടോ പാർട്ട് 2 പാർട്ട് 3 അങ്ങനെ പ്ലാനിലില്ല ആക്ച്വലി. കാരണം പ്രിയദർശിനി എല്ലാവർക്കും അവരുടെ വീടുകളിലും അവർ വർക്ക് ചെയ്യുന്ന സ്പേസുകളിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ റിലേറ്റബിലിറ്റി ആയിരിക്കും ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ടാവുക. ഓക്കെ. ഇപ്പം ഒരുമിച്ചിരുന്നപ്പോൾ നിങ്ങൾ സംസാരിച്ചത് തിങ്കളാഴ്ച നിശ്ചയത്തെ പറ്റിയാണ്. ജിതിന്റെ തിങ്കളാഴ്ച നിശ്ചയ മൊമെന്റ് എന്താണ്? സെനാക് ഡേ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇവിടെ അങ്ങോട്ട് ഷെയർ ചെയ്താൽ. ഞാൻ ആക്ച്വലി എനിക്കറിയില്ലായിരുന്നു സെന്നാക്ടയുടെ ആദ്യത്തെ ഒരു ഫിലിമുണ്ട്. ഞാൻ അതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എവിടെയും ഇല്ല. അപ്പം ആദ്യം ഞാൻ പുള്ളിയെ കണ്ടപ്പോൾ ആദ്യം ചോദിച്ചു ആ സിനിമ ഒന്ന് കാണാൻ പറ്റുമെന്നാണ്. അപ്പം ഞാൻ തിങ്കളാഴ്ച നിശ്ചയം IFFKയിലാണ് കാണുന്നത്. അന്ന് കോവിഡ് ടൈമിൽ കൊച്ചിയിൽ IFFK നടന്നപ്പോഴാണ് ഞാൻ. അപ്പം പുള്ളി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും എനിക്കറിയില്ല പുള്ളിയാണ് ആ ഫിലിമിൻ്റെ ഡയറക്ടർ എന്നുള്ളത്. അപ്പം പിന്നെ അത് കണ്ടു, തിങ്കളാഴ്ച നിശ്ചയം കണ്ട് എനിക്ക് ഭയങ്കര ഹൈ ആയി. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ആൾക്കാരെ വെച്ചിട്ട് അങ്ങനെ ഒരു സ്പേസിൽ അത് എന്താ പറയുക, അതിനോട് നമുക്ക് ഭയങ്കര ക്രേവിങ് ആയിരുന്നു. അപ്പം അത് ഞാൻ ഇപ്പോഴും കണ്ട് ഇപ്പോഴും പുള്ളിയോട് ചോദിച്ചു ആദ്യത്തെ പടം കാണാൻ പറ്റുമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞത് അത് വേറൊരു കമ്പനി പർച്ചേസ് ചെയ്തു, അത് റിലീസ് ചെയ്യണം എന്നാലേ കാണാൻ പറ്റുള്ളൂ. റീ റിലീസിന് സ്കോപ്പ് ഉണ്ട്. ഇപ്പൊ എല്ലാ പടങ്ങളും റീ റിലീസ് ചെയ്യാണ്. തിങ്കളാഴ്ച നിശ്ചയം OTT-ലാണ് വന്നത്. ഇല്ല, എല്ലാവരും കണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഐ മീൻ കണ്ടതാണല്ലോ നമ്മൾ പിന്നെയും കാണുന്നത്. മേ ബി ആഫ്റ്റർ 25 years. ഓക്കെ. അനുരാഗ് കശ്യപ് സൗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യോ? അങ്ങനെയാ പറയുന്നത് പുള്ളി. I met him at, I mean, by the way, I'm an actor now. Just joking. No, I met him at Rifle Club settle ഉണ്ടായിരുന്നു. So I think he said, I mean, I'm just quoting him, his passion is to move back to South at some point and settle in Kerala എന്നാണ് പറഞ്ഞത് പുള്ളി. So I hope it happens. പുള്ളി അങ്ങനെ പറയാൻ കാരണം എന്താണ്? Because he loves the way we work here, and പുള്ളി, I mean, I think the Rifle Club settle വന്നിട്ട് the way he, I mean, when he saw the way we function, I thought it was something new for him, and he said everybody is there for everybody and everyone is helping each other. അങ്ങനെ ആ കാര്യത്തിലൊക്കെ പുള്ളിക്ക് it felt different for him, so he wants to experience this എന്നാണ് പറഞ്ഞ പുള്ളി. So ജിതിൻ, ഏലിയൻ, നാടൻ ഏലിയൻ, അതാണ് ജിതിന്റെ പുതിയ വഴിന്ന് പറഞ്ഞ് കേട്ടായിരുന്നു. അതുണ്ടോ? ടൊവിനോ ആണോ ആ നാടൻ ഏലിയൻ? അല്ല, വേറൊരു സൂപ്പർ സ്റ്റാറാണ് അഭിനയിക്കുന്നത്. കൂടുതൽ വിവരം പറയേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഒഫീഷ്യലി തന്നെ പറയാം. അതിൻ്റെ പ്രെപ്പും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു കുറച്ചുകൂടെ ഒരു ഡിഫറെൻറ്റ് ജോണർ ആയതുകൊണ്ട് പ്രിപ്പറേഷൻ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള, ഒട്ടും സൈഫൈ അല്ലാത്ത നാടൻ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിലൊക്കെ നടക്കുന്ന പോലത്തെ പരിപാടി തന്നെയാണ്. സൂപ്പർ സ്റ്റാർ ആരാന്ന് പറയില്ലല്ലേ? പറയാനായിട്ടില്ല. ഇല്ല, ആയിട്ടില്ല. ഓക്കെ. ജിതിൻ അമ്മേന്ന് ഇൻസ്പയർഡ് ആയിട്ടായിരുന്നു നസ്രിയയുടെ ക്യാരക്ടർ. ഡിറ്റക്റ്റീവ് ആദ്യം പാല് തളിച്ച് തൂങ്ങിപ്പോകുന്ന അമ്മ കണ്ടുപിടിച്ചത്, അതൊക്കെ അതിലിട്ടിട്ടുണ്ട്. അമ്മ പടം കണ്ടിട്ട് എന്താ പറഞ്ഞത്? അമ്മ സ്ക്രിപ്റ്റ് വായിച്ചാണ് ആക്ച്വലി. ഞാൻ ഓരോ ഡ്രാഫ്റ്റും ഞാൻ ആക്ച്വലി ഫീഡ്ബാക്കുകൾ അമ്മ മാത്രമല്ല ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള സ്ത്രീകളുടെ അടുത്തും ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ആക്ച്വലി ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ? ആക്ച്വലി ഉറപ്പായിട്ടും ഞാൻ എല്ലാം തികഞ്ഞൊരു മനുഷ്യനല്ല. അപ്പം ഫീഡ്ബാക്കുകൾ എടുക്കുക എന്നുള്ളത് അമ്മയിൽ നിന്നും അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളിൽ നിന്നും. കാരണം ഞാനൊരു ജെൻഡർ വൈസ് ഞാനൊരു പുരുഷനാണ്. അപ്പം ഞാൻ വേറൊരു ജെൻഡർ ബേസ് ചെയ്തൊരു സിനിമ ചെയ്യുമ്പം അല്ലെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് അപ്പം അവർ ആ സമൂഹത്തെയാണ്. അപ്പം അത് മാക്സിമം കറക്റ്റ് ചെയ്യപ്പെടാനായിട്ട് ഇപ്പോഴും എറേഴ്സുണ്ട്. അപ്പം മാക്സിമം ഞാനത് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആക്ച്വലി. അത് ഓക്കെ. ജിതിന്റെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മയുണ്ട്, കാണികളിലുണ്ട്. രാവിലെ അമ്മ വിളിച്ചു പറഞ്ഞു അച്ഛനില്ല. അപ്പം ഞാൻ ഓട്ടോ പിടിച്ച് എവിടെ ചെന്നാണ് ഇറങ്ങേണ്ടതെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നു. അപ്പം അമ്മയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു ത്രൂ ഔട്ട് ദിസ് ലാസ്റ്റ് 6 year ജേർണി? അല്ല, ബേസിക്കലി ഞാൻ എന്താ ചെയ്തേക്കുന്നതെന്ന് അധികം പുറത്തുള്ളവർക്കും അത്രയും അറിയത്തില്ലായിരുന്നു, വീട്ടിലുള്ളവർക്കും അങ്ങനെ അറിയത്തില്ലായിരുന്നു. ചേച്ചിക്ക് കുറച്ചൊക്കെ അറിയാം, പക്ഷേ അമ്മയ്ക്കൊക്കെ നേരത്തെ തന്നെ കുറച്ച് സീൻസൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ വരുമ്പോഴത്തേക്ക്.
അപ്പോൾ എനിക്ക് തോന്നുന്നു റിലീസിന് ശേഷം അമ്മയുടെ അച്ഛൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു അല്ല അമ്മയും അച്ഛൻ്റെയും സംസാരം അടിപൊളിയായിരുന്നു എന്ന്. അമ്മയുടെ എക്സ്പീരിയൻസ് ഞാൻ ചോദിക്കണം, ആ സീൻ കണ്ടപ്പോണ്ടേ. അമ്മ അങ്ങനെ പറയത്തില്ല. ഓക്കെ, അനുരാഗ് കശ്യപ് സാർ സൗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മലയാള സിനിമയുടെ കോമറാഡറെ അതിനെപ്പറ്റി പ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ടിങ് എക്സ്പീരിയൻസ് പറയോ? Oh, it's awful. വൈ? No. I mean, yeah, I have no ambition or aspiration to be an actor. The only reason I did that is out of pure greed. Varunalla. When they called me, Ashik in the casting director, he called me and he's so sadharana ingane veli varumbo I usually get a lot of call from these casting directors, but ഞാൻ the സിനിമയിൽ കുറേ പുതുമുഖങ്ങൾ അഭിനയിക്കുന്നതുകൊണ്ട് അവരെ നമ്പർ ചോദിച്ചിട്ടാണ് സാധാരണ വിളിക്കരുത്. സോ ഞാൻ വിചാരിച്ചു ആരെ നമ്പർ ചോദിച്ചിട്ടാണ് വിളിച്ചതെന്ന്. സോ ഐ സെഡ് whose number you want? He said no, we want you to act in it. So ഞാൻ പറഞ്ഞു no, I don't have any plans to act. I mean I can act in my own movies, but I have no അങ്ങനത്തെ ഒരു ഇതില്ല. So I told him, I hung up the phone. Pulley next day he called me again, but this time he started dropping some names. അവരുണ്ട് ഇവരുണ്ട് അവരാണ് എഴുതിയത് ഇവരാണ് ആർട്ട് ഡയറക്ടർ. So like I was just thinking and then obviously the greed takes over, like should I miss this opportunity or not? So അങ്ങനെയാണ് ഞാൻ പോയത്. So I went there for 2 days. I came back after 20 days. So അടിപൊളി. ഇനി സെനാഗ്ഡിനെ നമ്മൾ കൂടുതൽ ക്യാരക്ടേഴ്സിൽ കാണുമോ? after I got called for a couple of movies, I said no. No. Why? No, I don't have any. I'm not made for that. പക്ഷേ സെനാഗ്ഡ് പറഞ്ഞേക്കുന്നത് ഷൂട്ടിംഗ് ആണ് ഏറ്റവും ടാസ്ക് എന്ന് പറഞ്ഞേക്കുന്നത്. ഇഷ്ടമില്ലാത്ത കാര്യം ഷൂട്ടിംഗ് ആണെന്ന്. പക്ഷെ ഒരു ഡയറക്ടർ അങ്ങനെ പറയണമെങ്കിൽ അതിനുള്ള കാരണം എന്താ? I said that because as a director, it's very hard. I mean, there are a lot of other profession which is like much harder than what we do. I mean, we are privileged to do what we like, and in terms of normal regular job which onnu illa, but still as a task, I mean, we are taking responsibility for the whole movie. So it's not easy. It's not only physically, mentally it's very challenging. So അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. I mean, irrespective of the size of the film, whether it's short, small budget film or huge film, the pressure is all the same. So അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷൂട്ട് ചെയ്യുന്ന he asked me what is your least favorite bit of filmmaking. ഞാൻ പറഞ്ഞു ഷൂട്ടിംഗ് എന്ന്. അതുകൊണ്ടാണ് പുള്ളി ചോദിച്ചത്. അതെ. അപ്പം ജിതിൻ ഈ പടത്തിന്റെ സൂക്ഷ്മദർശിനിയുടെ ജേർണി പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ആദ്യം ബോംബെയിൽ പ്രൊഡക്ഷൻ ഹൗസായിട്ട് സംസാരിക്കുന്ന അപ്പം നമ്മൾ ആദ്യം ചോദിച്ചത് ആക്ട്രസ് ആരായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് ഈ ക്യാരക്ടറിന് നസ്രിയ ചെയ്യുന്നത്? പറയാൻ പറ്റുമോ? ഇല്ല, അതിൽ കാര്യമില്ല. ആക്ച്വലി ഞാൻ ആദ്യം എങ്ങനെ ഞാൻ ചോദിക്കാം, നസ്രിയ വന്നപ്പോൾ പടം എങ്ങനെയൊക്കെ മാറി? ഉറപ്പായിട്ടും ആ ക്യാരക്ടറിന്റെ ബേസിക് സംഭവങ്ങളൊക്കെ അത് തന്നെയാണ്. ഞങ്ങൾ 19 ആദ്യം പ്ലാൻ ചെയ്ത ഹിന്ദി പ്ലാൻ ചെയ്ത വേറൊരു ഏജ് ആയിരുന്നു. അപ്പം ആ ഏജിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ വലിയ ചേഞ്ചുകളൊന്നും ഇതിൽ വന്നിട്ടില്ല ഞങ്ങൾ ഏജ് കട്ട് ഡൗൺ ചെയ്യുമ്പോഴും. അപ്പം ഒരു ബിസിനസ്സിൻ്റെ ആംഗിളിൽ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നസ്രിയയിലേക്കുള്ള എൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണ് നസ്രിയയിലേക്കുള്ള കാസ്റ്റിംഗ് വരുന്നത്. അതിനുമുമ്പ് മലയാളത്തിൽ വേറൊരു കാസ്റ്റ് ആയിരുന്നു, ഇപ്പോഴും ഏജ്ഡ് വേറൊരു ഏജ് ആയിരുന്നു. അപ്പം അങ്ങനെ ഏജ് കട്ട് ഡൗൺ ചെയ്യുമ്പോഴും ഞാൻ ആലോചിച്ചത് ഈ ക്യാരക്ടറിൻ്റെ ഒരു സോള് നഷ്ടപ്പെടുമോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഉത്തരം സൈക്കോളജി തന്നെയാണ് തരുന്നത്. ആക്ച്വലി സ്ത്രീകളുടെ ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും അത് ആ ഒരു സൈക്കോളജി എനിക്ക് ഉത്തരം തന്നത് സയൻറ്റിഫിക്കലി തന്നെയാണ് തന്നത്. അതിൻ്റെ ഒരു സർവൈവൽ ഇൻ്റലിജൻസ് എല്ലാവർക്കും തന്നെയുണ്ട്. ഏത് ഏജ് ഗ്രൂപ്പിനും അത് ബിലീവബിളാണ്. അപ്പോൾ അത് ഫിറ്റിനായി. പിന്നെ നസ്രിയയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പം ആക്ച്വലി ഇതിനു മുമ്പ് നസ്രിയ എന്താണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്, അപ്പം നസ്രിയയുടെ മാനറിസംസിനെ കുറിച്ചൊരു സ്റ്റഡി ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി, ഞങ്ങൾ റൈറ്റേഴ്സും ഞങ്ങൾ പ്രൊഡക്ഷനും എല്ലാവരും. അപ്പം എവിടെയാണ് നമുക്ക് നസ്രിയയ്ക്ക് ചേരാത്തൊരു പടമായി മാറാനും പാടില്ല, അത് ഫിറ്റിനാവാനായിട്ട്. അപ്പം ഞങ്ങൾ അത്തരത്തിലുള്ള മാനറിസംസിനെയും കൂടി സാധ്യതകളുള്ള സീനിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു റിസർച്ച് അതിൻ്റെ പേരിലുണ്ടായിരുന്നു. അങ്ങനെയാണ് അത്. അല്ലാതെ ബേസിക് സാധനങ്ങളൊക്കെ അത് തന്നെയാണ്. എൻ്റെ ഇനി ആദ്യത്തെ ചോദ്യം, ആരായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? സെനാഗ്ഡെ സാറും കൂടി അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, ആക്ച്വലി മനസ്സിൽ നിന്നല്ല, ആ ആക്ടർ റെഡിയായിരുന്നു, ഹിന്ദിയിൽ ചെയ്യാൻ റെഡിയായിരുന്നു. പക്ഷെ അത് പ്രൊഡക്ഷൻ്റെ പ്രശ്നവും അവിടുത്തെ ഒരു പൊളിറ്റിക്സും ഒക്കെ കാരണം, പൊളിറ്റിക്സ് ഇൻ ദ സെൻസ് അവിടുത്തെ എലക്ഷൻ റിസൾട്ടും അത് വന്നതും കാരണം അവരുടെ ഇൻവെസ്റ്റേഴ്സ് മാറുകയൊക്കെ ചെയ്ത് ഞാൻ കുറച്ചും കൂടി ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ നടന്നേനെ.
പക്ഷെ ഞാനപ്പോൾ തന്നെ ബാക്ക് ഓഫ് ചെയ്ത് ഞാൻ മലയാളത്തിൽ വരുന്നു, ഇവിടെ പെട്ടെന്ന് ഓണായി. പക്ഷെ ഞാൻ 20 മുതൽ ആക്ച്വലി ഹാപ്പി ഹവേഴ്സിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ 24-ലാണ് ഇത് സംഭവിക്കുന്നതെങ്കിലും ഈ 4 വർഷത്തോളമായിട്ട് പല പല ഡ്രാഫ്റ്റുകൾ സൂക്ഷ്മദർശിനിക്ക് വേണ്ടി എഴുതുന്നു, പല ഏജ് ഗ്രൂപ്പിന് വേണ്ടി ഇത് എഴുതുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അവരുടെ ഹാപ്പി ഹവേഴ്സിൻ്റെ അവരുടെ ഒരു ഇൻ്റലക്ച്വൽ പാർട്ടിൽ എനിക്ക് അത്രയും വർഷം കൂടെ നിൽക്കാൻ പറ്റാതെ ഒരുപാട് ഇൻസൈറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇനിയുള്ള എൻ്റെ ഫ്യൂച്ചറിലത് ഉറപ്പായിട്ട് എനിക്ക് ഗുണം ചെയ്യും എന്ന് എനിക്ക് ആ വിശ്വാസം എനിക്ക്. ഇപ്പോഴും ആക്ടറിന്റെ പേര് പറഞ്ഞിട്ടില്ല. അതിൽ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് മലയാളി ആയിട്ടുള്ള ബോളിവുഡ് ആക്ടറാണ് ജിതിന് കിട്ടിയോ? ഓക്കെ ജിതിൻ, സോഷ്യൽ മീഡിയയിൽ ഒരു റൂമർ നടക്കുന്നുണ്ട്, ജിതിൻ ലാൽ യൂണിവേഴ്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിൽ ലാലേട്ടനുണ്ട്, ടൊവിനോ ഉണ്ട്, വേറെ ആരൊക്കെയോ ഉണ്ട്. ജിതിൻ തന്നെ പറയണത്. സെനാക്ട് എന്താ? ഇല്ല, അങ്ങനെ യൂണിവേഴ്സ് പ്ലാനൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഒരു മാജിക്കൽ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജോണർ, അതിനകത്ത് ഫാൻറ്റസിയുടെ തന്നെ പല ജോണേഴ്സ്, അതെല്ലാം ഭയങ്കര റൂട്ടഡായിട്ട് പല ആക്ടേഴ്സിനെയും വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നതെന്നേ ഉള്ളൂ. അല്ലാതെ അതൊരു ARM യൂണിവേഴ്സ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എൻ്റെ യൂണിവേഴ്സിനെയും കാട്ടി എൻ്റെ റൈറ്റർ സുജിത്തേട്ടൻ്റെ ചിന്തകളിൽ നിന്ന് വരുന്ന സാധനം വിഷ്വൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. പക്ഷെ അത് ഒരു യൂഷ്വൽ രീതിയിലുള്ള നമ്മൾ മലയാളത്തിൽ കാണുന്ന പോലത്തെ ജോണേഴ്സ് ആയിരിക്കത്തില്ല. ഇപ്പം ARMലാണെങ്കിലും നമ്മൾ കുറച്ച് ടിപ്പിക്കൽ സാധനങ്ങളുണ്ടെങ്കിലും അതിനകത്തേക്ക് നമ്മൾ കണ്ടിട്ടില്ലാത്ത ജോണേഴ്സ് ആഡായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ അടുത്തതിലും അങ്ങനെ നമ്മുടെ കയ്യിൽ സ്ഥിരം വരുന്ന പോലത്തെ ജോണേഴ്സ് ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ പുറത്തൊക്കെ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ സാധനങ്ങൾ വരാത്തതെന്ന് ചോദിക്കുന്ന പോലത്തെ സാധനങ്ങൾ, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും അങ്ങനെ ഒരു സൈഫൈ പരിപാടി ഒരിക്കലും ചെയ്യാൻ പ്ലാനില്ല. ഇവരെയൊക്കെ മനസ്സിൽ കണ്ടാണ് എഴുതുന്നത്. അല്ല, എല്ലാ ആക്ടേഴ്സുമായിട്ടും വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആ ആക്ടേഴ്സിൻ്റെ എല്ലാം ഇതുവരെ കാണാത്തൊരു ആക്ടിങ് സ്കിൽസ് കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ട്. അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതാണ്. ലിസ്റ്റ് ഉണ്ടോ ഈ എല്ലാ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ? ഇല്ല, ലിസ്റ്റില്ല. ആർക്കും എല്ലാവരുടെ അടുത്തും കഥ പറയാൻ ഞാൻ റെഡിയാണ്. കാരണം നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. കാരണം കുറേ നാൾ നമ്മൾ അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്തതുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന ആ ഒരു 6 to 8 years ഞങ്ങൾ റൈറ്റ് ചെയ്ത് വച്ചേക്കുന്ന കുറേ കോണ്ടൻസ് ഉണ്ട്. അത് സിനിമയാക്കാൻ വേണ്ടി എല്ലാ ആക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. സന സാർ, ഇപ്പം റീജിയണലി സിനിമ ചെയ്യുക, ഒരു സാധാരണ നമ്മളൊരു പ്ലോട്ട് ഉണ്ടാക്കിയിട്ട് അത് എവിടെയാവാം, ഇമാജിനറി സ്പേസ് ആവും. പക്ഷെ കാഞ്ഞങ്ങാട് തന്നെ, കാഞ്ഞങ്ങാട്ടിലെ കഥ നടക്കുന്നു. സിനിമ ഡിമാൻഡ് ചെയ്യുമ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മൾ മാറുന്നു. ഓരോ സിനിമയും ഡിമാൻഡ്സ് ദി ലൊക്കേഷൻ മേ ബി. അപ്പോൾ റീജിയണലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ധൈര്യം കൊടുക്കാൻ സാറിന് എന്താ പറയാനുള്ളത്? ഇപ്പൊ മലപ്പുറത്തിന്റെ സ്റ്റോറി മുസിൻ പെരാരി പറയുകയാണെങ്കിൽ മലപ്പുറത്ത് തന്നെ ആയിരിക്കും ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. I mean, I write for most of my films. ഇപ്പോൾ I just finished a film shooting. It's called Avihidam. കാഞ്ഞങ്ങാട്, again we shot in കാഞ്ഞങ്ങാട്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 kilometer ദൂരത്തിലാണ് ഷൂട്ട് ചെയ്തത്. Everything is done in കാഞ്ഞങ്ങാട്. So when I write, ഇപ്പോൾ like you said, ചില സ്റ്റോറീസ് ഡിമാൻഡ്സ് എ certain landscape. അപ്പോൾ അത് നമ്മൾക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. ബട്ട് വെൻ ഐ റൈറ്റ് certain movies, my movies are mostly comedy, drama. ആ ജോണറാണ് I prefer. So I can easily place that in Kanjangad. And like I said earlier, I look at comfort. Also, when I shoot in Kanjangad, I get a lot of help. അവിടുത്തെ ആൾക്കാർ, lot of friends around, lot of discounts. So it makes it easier for me to shoot in Kanjangad. And I think in the കഴിഞ്ഞ ഒരു 3-4 കൊല്ലത്തിൽ I think that has kind of become a hub now. Like കുറേ പടങ്ങൾ അവിടെ, he shot his entire movie there. അതായത് ഇവിടുന്ന് ട്രിവാൻഡ്രത്തുനിന്ന് വന്നിട്ട് കാഞ്ഞങ്ങാട്, നീലേശ്വരം, കാസർഗോഡ് അത്രയും നമ്മൾ കവർ ചെയ്താൽ ഷൂട്ട് ചെയ്തേക്കുന്നത്. കാരണം എൻ്റെ റൈറ്റർ അവിടെ നിന്നാണ്. എനിക്കൊന്നും അറിയത്തില്ല. ഇപ്പോൾ സെന്നയ്ക്കാണെങ്കിൽ ആ ഏരിയനെ കുറിച്ച് ഒരുപാട് അറിയാം. പക്ഷേ എനിക്ക് അവിടെ പോയപ്പോൾ ഭയങ്കര മാജിക്കലായിട്ടാണ് തോന്നിയത്. അതൊരു very unexplored. I mean, ഇനിയും കുറേ സ്ഥലങ്ങളുണ്ട്. I mean,
there's a movie I made called 1744 White Alto. I mean, ആരും കണ്ടിട്ടില്ല. But that movie, the landscape നോക്കിയാൽ you will think that it is somewhere in the west because it's very dry grass. ഒരു yellowish hue ഉള്ള ഒരു grass. But that's part of that land. So കുറേ landscape ഉണ്ട്. So since it's unexplored, there's a lot of opportunity for you to, set your films in there. So ഇത് നോക്കുമ്പോൾ I think it's a huge advantage for me being there now. ഇപ്പോൾ I think also people are getting used to the caravans and film sets and film people. So ആ knowledge ഉണ്ട് ഇപ്പോൾ ആൾക്കാരുടെ അടുത്ത്. So yeah, in all it's a comfortable place for me to set my movies. So എനിക്ക് തോന്നുന്നു ആ സ്ഥലത്ത് കുറച്ചുകൂടെ നമുക്ക് സീസൺസ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ ലൊക്കേഷൻ പോയി നോക്കിയപ്പോഴത്തേക്ക് ഒരു ടെറൈനായിരുന്നു. ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ വേറൊരു ടെറൈൻ, ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറൊരു ടെറൈൻ. അപ്പോൾ നമ്മളിതെല്ലാം കാണുന്നുണ്ട്. നമുക്കിപ്പോൾ പുറത്തൊക്കെ എല്ലാം അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ പറയുന്ന വിൻ്ററും അങ്ങനെ ഒരു അതായത് and to add to that, നമ്മളിപ്പോൾ I mean I'm not getting into that whole കാസർഗോഡ് കേരളത്തിൻ്റെ ഭാഗമാണോ അല്ല. I mean that we have debated like million times, so there's no point in that. But the wonderful thing this has done is ഇപ്പോൾ കുറേ പടങ്ങൾ വരുന്നുണ്ട്. അവിടുത്തെ ആർട്ടിസ്റ്റിനും ടെക്നീഷ്യൻസിനും it has opened up a whole new world of opportunities. I mean there's so many talented actors now coming from Kasaragod. And മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ you have to move to Ernakulam and then you come here, you learn the language because first thing they laugh at is the way we speak Malayalam. So അതൊക്കെ ഉണ്ടായിരുന്നു, ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. But now I think it's slowly changing. A lot of actors are coming from there, a lot of technicians are coming from there, and I think it's nice to see that finally happening. ഇപ്പൊ ആ ഭാഷ തന്നെയാണ് നമ്മൾ പടത്തിലും ഉപയോഗിക്കുന്നത്. യു യൂസ് ദ സെയിം ലാംഗ്വേജ്. Yes. യു സ്പീക്ക്, യു ഹാവ് ദ സ്ലാങ്. I mean it has to come naturally. I mean ഒരു ഡയലോഗ് പറയുന്ന പറഞ്ഞാൽ പറയാൻ പറ്റില്ല. അല്ലല്ല, ഞാൻ ചോദിച്ചത് അങ്ങനെ സംസാരിക്കാറുണ്ടോ കൂട്ടുകാരോടൊക്കെ? I mean we have different ways of certain words you probably won't use. നമ്മളെ തിങ്കളാഴ്ച നിശ്ചയത്തിന് ചണ്ടായി പോയ മോനെ means like did you get wet? So that's a different usage here. So അങ്ങനത്തെ കുറേ വേർഡ്സ് ഉണ്ട് അവിടെ. ചാടുന്നതും തുള്ളുന്നതും, I mean it's got different meanings there. So yeah, so അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, കറൻസ് ഓഫ് ചേഞ്ച്, അതാണ് നമ്മുടെ MBFL-ന്റെ ഇക്കൊല്ലത്തെ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 പേർക്കുള്ള ചോദ്യമാണ്. ഈ ARM-ന്റെ 6 years ജേർണി ആയിക്കോട്ടെ, സാറിൻ്റെ ഇത്രയും കാലത്തെ ജേർണി ആയിക്കോട്ടെ, സൂക്ഷ്മദർശിനി, നോൺസെൻസ്, അതിൻ്റെയൊക്കെ ജേർണിക്കിടയിൽ ഇൻഡസ്ട്രിയിൽ, മലയാളം ഇൻഡസ്ട്രിയിൽ വൺ തിങ് യു വുഡ് ലൈക്ക് ടു ചേഞ്ച്? പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് തുടങ്ങുന്നത്. അപ്പം ഞാനൊരു ഫിലിം അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ആ പണി നിർത്താൻ കാരണം അതൊട്ടും പെയ്ഡ് അല്ല, ആ ജോലി ഒട്ടും റെസ്പെക്റ്റഡ് അല്ല. സോ ഞാനത് നിർത്താൻ തീരുമാനിച്ചു. കാരണം സിനിമയെ സർവൈവ് ചെയ്യണമെങ്കിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കുവാണെങ്കിലും വേറെ ജോലി ചെയ്യേണ്ട അവസ്ഥയായി, ടു ഫീഡ് മീ, അല്ലെങ്കിൽ എനിക്ക് എന്നെ നോക്കാനായിട്ട്. അപ്പം അത് മാറണമെന്ന് എനിക്കുണ്ട്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതാണ്. അപ്പം അതും ഒരു ജോലിയാണ് ആക്ച്വലി. കാരണം ആ ജോലി ചെയ്യുന്ന ആളുകളെ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അതേസമയം മറ്റ് ഇൻഡസ്ട്രിയിൽ ഹിന്ദിയിൽ പോവുകയാണെങ്കിലും ഒക്കെ അവർക്ക് ബാറ്റയുണ്ട്. മറ്റുള്ളവരെ പോലെ തന്നെ ബാറ്റ സിസ്റ്റത്തിൽ ജോലി ചെയ്യുന്നവരാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. സോ അവർക്ക് അടുത്ത സിനിമയിലേക്ക് പോകാം, അത് അവരെ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനത് നിർത്താൻ കാരണം തന്നെ ഞാൻ ഒന്നിൽ ഇൻഡിപെൻഡൻ്റ് ആവുക, അല്ലെ വേറെ പണിക്ക് പോകുക എന്നുള്ളതാണ് എൻ്റെ ചിന്ത ഉണ്ടായത്. കാരണം ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തന്നെ സെൽഫ് റിയലൈസേഷൻ ഉണ്ടായി. അപ്പം അത് മാറണമെന്ന് എനിക്ക് ശക്തമായിട്ടുണ്ട് സിനിമയിൽ. അതുപോലെ തന്നെ ഒരു സിസ്റ്റം ഉണ്ടാവണമെന്നുണ്ട്. കാരണം അത് ഡിഫിക്കൽട്ടാണ്. കാരണം ഇത് ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ വേറെ തന്നെയുണ്ട്. അതല്ലാതെ ഓരോ സിനിമയ്ക്ക് ഓരോ ബഡ്ജറ്റാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ സിസ്റ്റംസ് മാറും, അതിൻ്റെ പ്രവർത്തന രീതികൾ മാറും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഓരോ സെറ്റിലും ഓരോ രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഏതെങ്കിലും രീതിയിൽ കൊണ്ടുവരാൻ കഴിയുവാണെങ്കിൽ അത് ഇൻഡസ്ട്രിക്ക് ഒരുപാട് പ്ലസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കും. അല്ല, നേരത്തെ ജിതിൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഇപ്പം നമ്മൾ വേറൊരു ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോഴും, ഞാനങ്ങനെ ഫിലിം സ്കൂളൊന്നും അല്ല പോയിട്ടുള്ളെങ്കിലും നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് വേ ഉണ്ട്, ഒരു പ്രൊഫഷണൽ വേ ഉണ്ട്. ഇന്ന ടൈമിൽ പ്രെപ്പ് ഇത്ര നാൾ പ്ലാൻ ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഇത്രയും നാൾ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇത്രയും നാൾ,
റിലീസ് അതിനനുസരിച്ചിട്ട്. പക്ഷേ അതിപ്പോഴും ഒരു മാപ്ഡ് ആയിട്ടുള്ളൊരു രീതിയിലല്ല പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ARM ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ്വെയർസ്, പുറത്തുള്ള സ്റ്റുഡിയോസ് യൂസ് ചെയ്യുന്ന സ്റ്റുഡിയോ ബൈൻഡർ പോലത്തെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷോർട്ട് വിഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ബ്രേക്ക് ഡൗൺസ് എല്ലാം ചെയ്തത്. അപ്പോൾ കുറേ എനിക്ക് തോന്നുന്നു ഞാനൊരു 125 ഡേയ്സ് പ്ലാൻ ചെയ്തിട്ടൊരു 118 ഡേയ്സ് ഷൂട്ട് തീർക്കാൻ പറ്റിയതൊക്കെ അങ്ങനത്തെ ഒരു രീതിയാണ്. പക്ഷേ ഇതിലേക്ക് പ്രൊഡക്ഷൻ അഡാപ്റ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു ടൈം ലൈൻ ഞാൻ സോഫ്റ്റ്വെയറിലായിരുന്നത് കൊണ്ട് നമ്മളങ്ങനെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്ന ദിവസം ഇന്നത് വേണം, ഇതൊക്കെ ചെയ്ത് കൊടുത്താലും അതിലേക്ക് ഇൻഡസ്ട്രി അഡാപ്റ്റ് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഷൂട്ട് കഴിഞ്ഞിട്ടൊരു 3-4 മന്ത്സൊക്കെ ഞാൻ വെറുതെ ഇരുന്നു. ഷൂട്ട് ചെയ്ത് മെറ്റീരിയലുമായിട്ട് ഞാനൊരു 3-4 മാസം വെറുതെ ഇരുന്നു. അപ്പോൾ അതിൻ്റെ ഈ മൾട്ടിപ്പിൾ പ്രൊഡക്ഷൻ്റെയൊക്കെ ഇഷ്യൂ ആണത്. പക്ഷേ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ മൂവ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഒരുപാട് കോസ്റ്റ് കട്ട് ചെയ്യാനും ഒരു പ്രൊഫഷണൽ വേ അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, സെന്ന സാർ. It's very difficult for me to answer because ഞാൻ പറഞ്ഞ പോലെ I have not come from the industry. When I started filmmaking, I started making on my own. അപ്പോൾ I have put on my own for system and formats and to do the films. ഞാനിപ്പോൾ കാഞ്ഞങ്ങാട് ചെയ്യുമ്പോൾ we work with friends and locally ഞങ്ങൾ പ്ലാൻ ചെയ്യും. So there's no third party to deal with things. So that has made life easier for us. So അതുകൊണ്ട് I don't know. I mean, I'm not the right person to tell what the industry should change, what we should change in the industry. But I have worked one film purely as a director, Padmini. So അത് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് I think we can all be better professionals. We can all, like ജിതിൻ പറഞ്ഞതുപോലെ, I think one of the least respected or I don't know, for lack of better words, I'm saying abused people are the assistants. I think we can treat them better. We can pay them better. When I say assistants, it could be assistant directors, assistant cinematographers, assistant, art assistants, Arava. So I think, even I have probably made the same mistake of, sometimes taking them for granted. So we can all be better in that sense. We can all get professional. I mean, there's always scope for improvement in anything. So better facilities, better, and the last thing is, even in terms of budget, I think it would be wonderful, we spend good enough money to make the film along with paying for the stars. So that would help, I think, because we sometimes cut corners because we have to accommodate a certain star in the film. So we cut corners in production. And ultimately, I think for independent movies, I think there has to be a better plan of release. Eventually, if the movie is good, it will find its audience. But sometimes, unfortunately, certain movies can do better in theater, but they don't find the audience because of, lack of promotion and lack of theaters and various other reasons. So I don't know if there is a solution for that, but I think we can always look for a better solution for that. So. ഓക്കെ, സമീർ ആസ് എ പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ ഭയങ്കര റാപ്പ് ഉണ്ടായി. കഴിഞ്ഞ കുറേ കാലമായിട്ട് ആ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ കൂടെ തന്നെ ഉണ്ട്, നിങ്ങൾ ഡിസ്കഷൻസ് നടക്കുന്നു. ഇപ്പോൾ ജിതിൻ്റെ ടേക്ക് ബാക്സ് എന്തൊക്കെയാണ് പ്രൊഡ്യൂസർ സമീർക്ക് അല്ലെങ്കിൽ സിനിമാക്കാരൻ സമീർ താഹിർ എന്നുള്ള? ഉറപ്പായിട്ടും ഞാൻ അവിടെ 2020 തുടക്കത്തിലാണ് അവിടെ വരുന്നത്. ഞാനും ഉണ്ട്, എൻ്റെ റൈറ്റർ ലിബിനും ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ വരുന്നു, ഞങ്ങളുടെ എക്സ്പീരിയൻസ് അല്ല അവരുടെ എക്സ്പീരിയൻസ്. അപ്പം അവർ ഓൾറെഡി സിനിമാറ്റോഗ്രാഫേഴ്സാണ്, ഡയറക്ടേഴ്സാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വേറൊരു കാര്യം പറയാം. അപ്പം ഞാൻ എൻ്റെ 20s നോൺസെൻസ് ചെയ്യുന്നത്. 2010 ഞാൻ ആലോചിച്ച കഥയാണ്. അത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന 17 ഇറങ്ങുന്നത് 18. അപ്പോൾ 18 ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ 19 ആ സിനിമയെ നോക്കുമ്പോൾ എനിക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീനുകളും ഒരുപാട് ഇതുണ്ട്. കാരണം എൻ്റെ ഏജ് 20s മാറി 30s മാറി. അപ്പോൾ എൻ്റെ ലേണിങ്ങും മാറി. അപ്പോൾ ഞാൻ ആ സിനിമയെ ഇനി കൺസീവ് ചെയ്യുന്നത് അങ്ങനെയല്ലെന്നുള്ളൊരു തോന്നൽ, എൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഇൻസൈറ്റ്സ് ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ സൂക്ഷ്മദർശിനിയുടെ ഒരു ഡ്രാഫ്റ്റുമായിട്ടാണ് ഞാൻ ഹാപ്പി അവേഴ്സിൽ എത്തുന്നത്. അപ്പോൾ ഹാപ്പി അവേഴ്സിൽ എത്തുമ്പം സമീർ തായറും ഷൈജു ഖാലിദും എന്ന് പറയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 ലെജൻസ്, അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ തുടങ്ങിയാൽ മതി. അപ്പോൾ അവരുടെ അത്രയും കാലത്തെ സിനിമയുടെ എക്സ്പീരിയൻസ് ഞങ്ങളുടെ റൈറ്റിങ്ങിൽ തന്നെ ആ ടൈമിൽ തന്നെ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇൻസൈറ്റ്സ് ആയിരുന്നു. ആ ഇൻ്റലക്ച്വൽ പാർട്ടിൽ ഞങ്ങൾക്ക് ഇൻവോൾവ് ആവാൻ പറ്റിയത്. പിന്നെ അവരുടെ കൂടെ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അത് നമ്മൾ ലേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇനി അത് എൻ്റെ ഫ്യൂച്ചറിൽ ഞാൻ ഇനി അടുത്തൊരു സിനിമ കൺസീവ് ചെയ്യുമ്പോഴും എനിക്ക് അവിടെ നിന്ന് തുടങ്ങിയാൽ മതി. അത് ആ രീതിയിൽ നോക്കുമ്പോൾ എനിക്കത് ഒരുപാട് പേഴ്സണൽ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്.
ഗ്രേറ്റ്. ജിതിൻ, ഇത്രയും വലിയൊരു വിഷ്വൽ മാജിക് ക്രിയേറ്റ് ചെയ്യാൻ, നമ്മൾ ആഗ്രഹിച്ച പോലെ, നമ്മൾ വിചാരിച്ച പോലെ ആ സിനിമ കൊണ്ടുപോകാൻ എന്താ ചെയ്യേണ്ടത്? ഒരു അപ്കമിങ് മേക്കറോട് ജിതിന് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്താണ്? അല്ല എപ്പോഴും ഒരു ഡയറക്ടർ ഒരു പ്രോപ്പർ ഒരു കോർഡിനേറ്റർ പോലെ ആക്ട് ചെയ്യണം. ആ റെസിപ്പിക്ക് വേണ്ട പ്രോപ്പർ ഇൻഗ്രീഡിയൻസ് സെലക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ പ്രോപ്പറായിട്ടുള്ള ടെക്നീഷ്യൻസ്, നമ്മൾ വിഷൻ അനുസരിച്ച് മനസ്സിലാക്കുന്ന ടെക്നീഷ്യൻസിനെ നമ്മൾ പ്ലേസ് ചെയ്യുക. അവർക്ക് നമ്മൾ എങ്ങനത്തെ വിഷ്വലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ വിഷൻസ് പ്രോപ്പറായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഞാൻ ARM ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പ്രോപ്പർ മെറ്റീരിയൽസ്, എന്തായിരിക്കണം അതിൻ്റെ കളർ ടോണ്, എന്തായിരിക്കണം പാലറ്റ്, ഈ കളർ പാലറ്റിങ്, ആർട്ടിൻ്റെ ലുക്ക് എങ്ങനെയാണ്. അപ്പം സ്റ്റോറി ബോർഡ്, ഈ പറയുന്ന പ്രീ വിഷ്വലൈസേഷൻ, I have a complete film in my hand before started shooting എന്നുള്ളൊരു പ്ലാൻ ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ടെക്നീഷ്യൻസിൻ്റെ അടുത്ത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ നമ്മളെ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യും. ലൈക്ക് നമ്മുടെ വിഷൻ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മുടെ കൺവെക്ഷൻ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്തിട്ടൊരു ടീം ഫോം ചെയ്ത്, ഒറ്റയ്ക്കായിരിക്കില്ല നമ്മൾ എന്തായാലും ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഒരു ടീം മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഓൺ ഷൂട്ട് നമുക്ക് ഈ പറയുന്ന വലിയ ടെൻഷനൊന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കാരണം നമ്മൾ അങ്ങനെ സ്ട്രെസ്ഡായിട്ട് ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ വിചാരിക്കുന്ന സാധനം കിട്ടണമെന്നില്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ സ്ട്രെസ്ഡ് ആവാതെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യുന്ന കാര്യം എന്താ, സിനിമയാണോ അത് എന്താണെങ്കിലും ഹാപ്പി ആയിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്കൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്നെപ്പോലത്തെ ഒരാൾക്കൊക്കെ അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമെങ്കിൽ സിനിമ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മൾ അതിൻ്റെ ഒരു പ്രോപ്പർ പണിയെടുത്തു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ പറ്റും നമുക്ക്. ഈ വിഷനുമായിട്ട് ചെന്നപ്പം ഇത് നടക്കൂല എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ ആരെങ്കിലും ഒപ്പീനിയൻസ് വന്നിട്ടുണ്ടാവും? ഇപ്പൊ ജോമോന് ചില സീനുകൾ പെട്ടെന്ന് കത്തിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ജോമോൻ ചേട്ടന് നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലായി. ഞാൻ അതെ അല്ല, അത് ഞാൻ വേറൊരു സിനിമാറ്റോഗ്രാഫറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ആ സിനിമാറ്റോഗ്രാഫർ സിനിമേനെ കുറച്ചുകൂടെ ലോജിക്കലായിട്ട് സംസാരിക്കുന്നു. ഞാൻ ഒരിക്കലും ഒട്ടും ലോജിക്കില്ലാത്തൊരു സിനിമയാണ് എടുക്കുന്നത്. ഭയങ്കര ഫാൻറ്റസി ആയിട്ടുള്ളൊരു സിനിമയാണ്. കേരളത്തിൽ ഒരിടത്തും അങ്ങനെ ഉൽക്ക വീഴുകയും അങ്ങനെ ഒരു വിളക്കുണ്ടാക്കിയിട്ടുമില്ല. അപ്പം നമ്മൾ ഇങ്ങനത്തെ സിനിമകൾ മാക്സിമം നമ്മൾ തിയേറ്ററിൽ വരിക, എൻജോയ് ചെയ്യുക, പോവുക. അതാണ് എൻ്റെ ഒരു ബേസിക് പ്ലോട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് ടെംപ്ലേറ്റ് അല്ലെങ്കിൽ സ്ട്രക്ചറിങ് അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ തന്നെ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഏജ് മുതൽ വലിയ ഏജിലുള്ളവർക്കെല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുക എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ടെക്നീഷ്യനും അതേ രീതിയിൽ തന്നെ ഉണ്ടാവണം. അപ്പോൾ ജോമോൻ ചേട്ടനാണെങ്കിലും ഷമീർ ചേട്ടനാണെങ്കിലും ഇവർക്കെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പരിപാടി എന്താണെന്നുള്ളത് കിട്ടി. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓക്കെയാണ്. അപ്പോൾ അടുത്ത സബ്ജക്റ്റിൻ്റെ പല സാധനങ്ങളും വായിക്കുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി ARM ചെയ്തതുകൊണ്ട് അവരത് ഓക്കെ, ഞാനിത് എന്നെക്കൊണ്ട് പുൾ ഓഫ് ചെയ്യും എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അല്ലാതെ ഞാനിപ്പോൾ ചെന്നിട്ട് ഏലിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ നിനക്ക് വട്ടെന്നല്ലേ പറയത്തുള്ളൂ. അപ്പോൾ ഏലിയൻസ് പറഞ്ഞോ? ഇല്ല, അത് ഞാൻ ഈ പറഞ്ഞ ആക്ടറിനും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടി എന്താണെന്ന് മനസ്സിലായത് കൊണ്ടാണ് പുള്ളി എസ് പറഞ്ഞത്. ഇപ്പം ജിതിൻ സമീർ തായറിൻ്റെ അടുത്ത് എത്തിയതുപോലെ നമ്മൾ ഈ ടെക്നീഷ്യൻസിന്റെ എത്തുന്നതിന് മുമ്പ് ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യണ്ടേ? അതിലെ ക്യാച്ച് പോയിന്റ് എന്തായിരുന്നു ജിതിന്റെ ARMന് മുന്നേ? ഞാൻ ബേസ്ലാൻഡിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഇൻഡസ്ട്രിയിൽ കുറേ ആൾക്കാരെ അറിയാം. അപ്പോൾ ഞാൻ എപ്പോഴും പല AD ആയിട്ട് ട്രൈ ചെയ്യുന്നവരടുത്ത് ഞാൻ പറയുന്ന കാര്യം, നമ്മൾ ആദ്യം ഏതെങ്കിലും റാൻഡം സിനിമകളിൽ ചെന്ന് അസിസ്റ്റ് ചെയ്യുന്നതിനോ അതിനെക്കാട്ടി എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും നമ്മളൊരു ആക്ടറിനെ വെച്ച് സിനിമ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ളൊരു ഡയറക്ടറുണ്ട്, ആ ഡയറക്ടറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആ ആക്ടറിൻ്റെ അടുത്ത് അവർ വർക്ക് ചെയ്യുന്ന സിനിമയിൽ ചെന്ന് ഭാഗമാവുക, അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ആ ഒരു പലരും സ്ട്രഗിൾ ചെയ്യുന്നൊരു സാധനമാണ്. ഞാൻ കഥ വന്ന് പറഞ്ഞു ആക്ടർ ഓക്കെ അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളതൊരു പ്രോപ്പർ രീതിയിൽ, ഇപ്പം എനിക്ക് ഒരു 10 വർഷമായിട്ട് എനിക്ക് ടോവി അറിയാൻ പറ്റിയതുകൊണ്ടാണ്. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ ആ ബന്ധത്തിൻ്റെ പുറത്ത് വേണമെങ്കിൽ ടോവിക്ക് നേരത്തെ ചെയ്യാം. പക്ഷേ
ആ ആക്ടറിനും കൂടെ നമ്മുടെ അടുത്തൊരു കോൺഫിഡൻസ് വരുന്ന പോയിന്റിൽ മാത്രമേ സിനിമ സംഭവിക്കത്തുള്ളൂ. അതേപോലെ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊരു കുറച്ച് മ്യൂസിക് വീഡിയോ സീരീസ് ചെയ്യുകയും അത് ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ ടോവിയുടെ ഡേറ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ പറയുന്നൊരു പ്രൊഡക്ഷൻ എന്നെ അപ്രോച്ച് ചെയ്തതായിരുന്നു. പിന്നീടാണ് അതിലേക്ക് ലിസൺ സ്റ്റീഫൻ ജോയിൻ ആവുന്നതൊക്കെ. പക്ഷേ ഇപ്പം മോർ ദാൻ പ്രൊഡക്ഷൻ നമുക്കൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ എനിക്ക് ഒരുപാട് മാറി, ഈ പറയുന്ന സിനിമ ഒരുപാട് മാറി. ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് കിട്ടുന്നതാണ് ബിസിനസ് എന്നുള്ള രീതിയായി. അപ്പോൾ ഇപ്പം ബേസിക് പേപ്പറിൽ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ സ്റ്റാർഡവും അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ മാറിയിട്ട് നമ്മുടെ കയ്യിൽ നല്ല കോണ്ടൻ്റ് ഉണ്ടോ അത് സിനിമയാക്കാൻ ഇവിടെയുള്ളവർ റെഡിയാണ്. അത് തിയേറ്ററിൽ ഓടി കിട്ടുന്നതായിരിക്കും ഇനിയുള്ള ബിസിനസ് എന്ന് ഇപ്പോൾ ഇവിടെ പലർക്കും മനസ്സിലായിട്ടുണ്ട്. സെന്ന സാർ, നമ്മൾ തിങ്കളാഴ്ച നിശ്ചയം OTT-യിലാണ് എല്ലാവരും കണ്ടത്. അപ്പം നമ്മൾ വിചാരിച്ച സിനിമ OTT-യിലേക്ക് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ആവുമെന്ന്. പക്ഷെ തിയേറ്ററിൽ വീണ്ടും ഓണായി വൻ സംഭവമായി മാറി തിയേറ്റർ വാച്ചിങ്. സോ വേർ ഇസ് ഇറ്റ് ഗോയിങ്? I don't know, I mean, അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി, ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് മൈ ഫിലിംസ് റൺ ഇൻ തിയേറ്റർ. സോ ഐ തിങ്ക് ലൈക്ക് വാട്ട് ജിതിൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഐ തിങ്ക് ഇറ്റ്സ് ചേഞ്ച് അഗെയിൻ. ഐ തിങ്ക് ഇറ്റ് ഹാസ് ടു prove that it works in theater and then only it will go to OTT or I don't know if there is a satellite market at all now. I don't think there is anything called satellite left anymore. So it's basically OTT versus theater now. So so it becomes difficult. I make movies from there. It's not big names, but they are super talented actors, but they are not necessarily stars. So അങ്ങനത്തെ പടങ്ങൾ തിയേറ്ററിൽ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. So we have to probably take a route of going through festivals and പടം ആരെങ്കിലും ശ്രദ്ധിച്ചു ആ രീതിയിലാണ് ഇനി മുമ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഐ മീൻ ദ കൈൻഡ് ഓഫ് മൂവീസ് ദാറ്റ് ഐ മേക്ക്. ഓർ എൽസ് അതർ ഓപ്ഷൻ ഇസ് ലൈക്ക് ജിതിൻ സെഡ്, വി ഹാവ് ടു വെയിറ്റ് ആൻഡ് ഗെറ്റ് സ്റ്റാർ ഡേറ്റ്സ് ആൻഡ് ദെൻ എക്സിക്യൂട്ട് ഇറ്റ് ഇൻ എ ബിഗ് വേ. സോ യാ, ഐ മീൻ ഫാസ്റ്റ് ഫാസ്റ്റിൽ സെന്നാക്ടെ കോംബോ വരുന്നുണ്ടോ? ഓ ഇല്ല ഇല്ല, നിങ്ങൾ സംസാരിച്ചില്ലേ? അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇല്ല, Okay. no, not because of anything. I don't think I'm fit enough to direct movies for them. So, yeah. What is the conversation that you guys had? When I met me and Fahad. I met him in like 2018 or something. This was way before most of the movies. We just met in Dubai and we had an hour-long conversation about films and life in general. We never talked about making a movie or anything. So, okay. ഞങ്ങൾ വിശ്വസിച്ചു. ഇപ്പം ബേസിലേക്ക് വരാം. ബേസിൽ സൂക്ഷ്മദർശിനി, പൊന്മാൻ, പ്രാവൻകുടി ഷാപ്പ്. ആദ്യം പ്രാവൻകുടി ഷാപ്പാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെയാണോ? അതിന്റെ ഓർഡർ എങ്ങനെയാ? ആക്ച്വലി ഇത് ഇപ്പൊ റിലീസ് ആയിരിക്കുന്നത് നേരെ റിവേഴ്സിലാണ് സംഭവിച്ചത്. പൊന്മാൻ, ഷാപ്പ്, സൂക്ഷ്മദർശിനിയായിരുന്നു. സൂക്ഷ്മദർശിനിയാണ് ഷൂട്ട് ചെയ്തത് അങ്ങനെയാണ്. പക്ഷെ ആദ്യം ഇറങ്ങിയത് സൂക്ഷ്മദർശിനിയാണ്. അപ്പൊ അത്രയും പോസ്റ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തതെന്നാണ് അതിന്റെ അർത്ഥം? ആക്ച്വലി അതിൻ്റെ റിലീസ് ഡേറ്റിനെ കുറിച്ച് എൻ്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഭയങ്കര കൺസേൺഡ് ആയിരുന്നു. കാരണം അവരുടെ പ്രീവിയസ് പ്രോജക്ട്സിന് അവർക്കുണ്ടായ അവരുടെ ഇൻസൈറ്റ്സ് ആണ്. അപ്പോൾ അത് എനിക്കും അതൊരു ഇൻസൈറ്റ്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളൊരു ഡെഡ് ലൈനിൽ വർക്ക് ചെയ്യേണ്ടി വരും. സത്യം പറഞ്ഞാൽ മെയ് 29 ഷൂട്ട് തുടങ്ങി August 7 ഷൂട്ട് തീരുന്നു. ഒരൊറ്റ മാസം അല്ലെ 1.5 മാസം കൊണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ തീരാണ്. 10-12 ദിവസം കൊണ്ട് ഡബ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. അപ്പം പൊന്മാനൊക്കെ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. അപ്പം അവരൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷനിലോട്ട് കയറുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ അങ്ങനെ നവംബറിലൊരു ഡേറ്റ് ഉണ്ടെന്ന് കാണുകയും, അപ്പോൾ അത് റിലീസ് ചെയ്യുന്ന ഡേറ്റും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി അതിൻ്റെ ഈ പറയുന്ന റണ്ണിനെ, തിയേറ്റർ റണ്ണിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത്, കാരണം അത് വേറൊരു മാർക്കറ്റ് സ്റ്റഡിയാണ്. അപ്പം അതതിനെ ഭാഗമാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ പടത്തിനെ മാറ്റോ? ഞാൻ പറയും പ്രീ പ്രൊഡക്ഷനാണ് സിനിമ സംഭവിക്കുന്നത് അവിടെയാണ്. പ്രെപ്പ് എത്രത്തോളം ബെറ്ററായിട്ട് ചെയ്യുന്നു അതിലായിരിക്കും നമ്മൾ കാണാൻ പോകുന്ന പോസ്റ്റ് പ്രൊഡക്ഷനും ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും പ്രെപ്പ് അതാണ് ഏറ്റവും വലിയ മെയിൻ. എത്രത്തോളം നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുമോ ഷൂട്ടിന് മുന്നേ അത്ര ഈസി ആയിരിക്കും ബാക്കി കാര്യങ്ങൾ. രണ്ടും വേണം, പ്രീം വേണം, പ്രോയും വേണം. സാറിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? I hate pre-production. And the pre-production വളരെ short pre-production because most of the time I write my own. So പടം എഴുതി കഴിയുമ്പോഴത്തേക്ക് I'll have an idea about how to execute this film. So my pre-production very short. And also I don't like the idea of
കുറേ ആൾക്കാർ കഥ വായിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറയുക, അത് ചേഞ്ച് ചെയ്യുക, അത് യൂഷ്വലി ഹാപ്പൻസ് ഇൻ പ്രീ പ്രൊഡക്ഷൻ ക്വൈറ്റ് ഓഫൻ. സോ ഐ എം എഗെയിൻസ്റ്റ് ദാറ്റ് ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ പടം റിലീസ് ചെയ്യുമ്പോൾ it says written by whatever Senna Hegde. It doesn't say written by Senna Hegde and the entire village. So I'm against that. So if it's good, great. If it's bad, I'll take the responsibility for making a bad film. So ആ രീതിയിലാണ് ഞാൻ പോകുന്നത്. I mean, I think for each it works differently. So I keep my pre-production very short. Post-production is usually quite long because നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് post-production can change the film quite a bit. It can improve a lot. It can screw up also, but mostly it can improve. I mean, sometimes I shoot very fast, so ഞാൻ ചില സമയത്ത് come back and look at the footage. I may not have all the shots, so എന്തെങ്കിലും ഒരു gimmick ചെയ്തിട്ട് we can fix it. So yeah, I spend a lot of time on post-production than pre-production. So yeah. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹായ്, എൻ്റെ പേര് അഭിജിത്ത് പ്രദീപ്. ഞാൻ പാങ്ങോട് കേന്ദ്ര വിദ്യാലയത്തിൽ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എനിക്ക് ജിതിൻ ലാൽ സാറിനോട് 2 ക്വസ്റ്റ്യൻസാണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ARM ഫിലിം തിയേറ്ററിൽ 3Dയിൽ കണ്ടപ്പോൾ ആ ടെക്നിക്കൽ ആസ്പെക്ട്സ് വളരെയധികം ഇഷ്ടമായി. ഹാറ്റ്സ് ഓഫ് സർ, നല്ലൊരു പടമായിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഈ ARM എന്ന ഒരു കഥ നമ്മൾ അധികം കേൾക്കാത്ത കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കഥയായിരുന്നു. ആ കഥയിലോട്ട് സർ എങ്ങനെ എത്തിയെന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്നത്, ടെക്നിക്കലി ARMൽ കുറേ ആസ്പെക്ട്സും അതിലെ ട്രാൻസിഷനും എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി IMAX 3Dയിൽ ഇത് ഇറക്കിയിരുന്നെങ്കിൽ നന്നായേനെ. അപ്പോൾ സാർ എന്തുകൊണ്ട് IMAX ട്രൈ ചെയ്തിരുന്നോ എന്നതാണ് എൻ്റെ ചോദ്യം. അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മുടെ ഈ പറയുന്ന ഈ ഫ്യൂച്ചർ, അതെ, അവർ കൺസേൺഡ് ആണ് വൈ ARM പോലത്തെ ഒരു സിനിമ IMAXൽ സംഭവിച്ചില്ല എന്നുള്ളത്. സോ ബേസിക്കലി പറഞ്ഞതുപോലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇത് ഒരു ഫോക്ലോർ ഇതാണ്. അപ്പോൾ എൻ്റെ റൈറ്റർ കാസർഗോഡ് എന്നുള്ള സുജിത്തേട്ടനാണ്. സുജിത്തേട്ടൻ ഭയങ്കരമായിട്ട് റൂട്ടഡായിട്ട് കഥ എഴുതുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കഥ എനിക്ക് കിട്ടിയതും ആ കഥയിൽ എനിക്ക് വേണ്ട ജോണേഴ്സ് എല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സിനിമയിലോട്ട് അപ്രോച്ച് ചെയ്തതും അങ്ങനെ മേക്ക് ചെയ്തതും. അതിനകത്ത് ഒരുപാട് ഈ പറയുന്ന, എനിക്ക് തോന്നുന്നു ഒരു 3000 ഷോട്ട്സോളം VFX ഷോട്ട്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ഏറ്റവും ലാസ്റ്റ് കാണുന്ന ആ വാട്ടർഫോൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ വാട്ടർഫോൾ കണ്ടിട്ടേ ഇല്ല. ഒരു ബേസ് സെറ്റിൽ കാസർഗോഡ് തന്നെ സെറ്റ് ഇട്ടിട്ട്, എനിക്ക് ഈ സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചതുപോലെ എൻ്റെ ആഗ്രഹമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പ്രൊഡക്ഷൻ്റെ ഒന്നും ഒരു ഇൻറ്റിമേഷനോ അല്ലെങ്കിൽ അവരെ ഒന്നും അറിയിക്കാതെ എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ആദ്യം ഏഷ്യ പസഫിക് IMAXൻ്റെ ഹെഡുമായിട്ട് സംസാരിച്ചു. പുള്ളി ത്രൂ ഞാൻ അമേരിക്കയിൽ അരിസോണയിലുള്ള IMAXൻ്റെ ഹോൾ ഹെഡുമായിട്ടും മെയിൽ ചെയ്ത് സംസാരിച്ചു. പക്ഷേ നമ്മുടെ ഫിലിം ഇറങ്ങുന്നത് സെപ്റ്റംബറിലാണ്. പക്ഷേ ആ ഒക്ടോബർ സെപ്റ്റംബർ ടൈം ലൈനിൽ അവർക്ക് മൾട്ടിപ്പിൾ റിലീസസ് ഉണ്ടായിരുന്നു IMAXൽ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വളരെ കുറച്ച് സിനിമകൾ മാത്രമേ IMAX കൺവേർഷൻ നടക്കുന്നുള്ളൂ. ഒരിക്കലും നമുക്ക് IMAXൽ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ IMAX ഫോമാറ്റിൽ ഷൂട്ട് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ നമുക്കില്ല. ബട്ട് ഇവിടെ നടക്കുന്നത് നമ്മൾ ഷൂട്ട് ചെയ്ത സാധനത്തിന് IMAXലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ കൺവേർഷൻ നടക്കുന്നത് ഇവിടെ ഉള്ളൊരു IMAXൻ്റെ തന്നെ ഒരു സബ് ടീമായിട്ടുള്ളൊരു പ്രൈം ഫോക്കസിലാണ് ഇവിടെ കൺവേർഷൻ നടക്കുന്നത്. പക്ഷേ ദേ വെയർ ലോഡഡ് വിത്ത് അതർ ബിഗർ ഫിലിംസ്. അപ്പോൾ നമ്മളൊരു ചെറിയ പടമായിട്ട് പോകുമ്പോഴത്തേക്ക് അവർ അത്രയും പ്രയോറിറ്റി തരുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഐ വിഷ് അടുത്ത പടം എങ്കിലും IMAXൽ കാണാൻ പറ്റുമെന്നുള്ളതാണ്. നമസ്കാരം ചേട്ടാ, ജിതിൻ ലാൽ ചേട്ടനോടാണ് ചോദ്യം. മലയാളം അല്ലെങ്കിൽ കേരളം എന്നെടുത്ത് നോക്കുമ്പോൾ ഫോക്ലോർ, കുറേ സിനിമകൾ ഫോക്ലോർ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും സക്സസ് കിട്ടിയ സിനിമകൾ കുറവാണ്. വമ്പൻ ഹൈപ്പിൽ വന്ന കുറേ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ARM എടുത്ത് നോക്കുമ്പോൾ ഫോക്ലോർ സിനിമയിൽ ഏറ്റവും വിജയം കൊയ്ത സിനിമയാണ്. അപ്പോൾ ഇനിയും ഫോക്ലോർ സ്റ്റോറീസിൽ എക്സ്പ്ലോർ ചെയ്യോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താ വെച്ചാൽ, സിനിമയുടെ പേര് അജയൻ്റെ രണ്ടാം മോഷണം എന്നാണെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് മണിയൻ എന്ന കഥാപാത്രമാണ്. പക്ഷേ അവിടെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറും കൂടി ഉണ്ട്, കുഞ്ഞിക്കേളു. അപ്പോൾ കുഞ്ഞിക്കേളുവിൻ്റെ ഒരു സ്റ്റാൻഡ് അലോൺ സിനിമ പ്രതീക്ഷിക്കാമോ? അല്ല, അതായത് ARMൽ ബേസിക് കോർ അജയനാണ്. അജയൻ്റെ ഇമോഷനിലാണ്
കാര്യങ്ങൾ വരുന്നത്. ബാക്കി എല്ലാവരും കോൺട്രിബ്യൂട്ടേഴ്സാണ് എന്നുള്ളൊരു രീതി ഉണ്ടെങ്കിലും സുൽത്താൻ്റെ കുഞ്ഞിക്കേളുവിനുള്ള ഒരു കഥ ഉണ്ടായിരുന്നു, മണിയനുള്ള ഇതിലും സിനിമയിൽ വരാത്ത കഥയുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ട്, പക്ഷേ ഭാവിയിൽ എങ്ങനെയാണ് ഇത് ഡിറൈവായി വരിക എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും അതിനെക്കുറിച്ചുള്ള പ്ലാനിങ്ങിലേക്ക് പോകുന്നത്. പക്ഷേ ഓൾറെഡി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെല്ലാം ഫോക്ലോർ തന്നെ ആയിരിക്കും. ഉറപ്പായിട്ടും പീരീഡ് ഫിലിംസ് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ ഒരു സൈഡിൽ കൂടെ ആ മിത്തോളജിയും ഫാൻറ്റസിയൊക്കെ പിടിച്ച് ഞാൻ ആ സൈഡിൽ കൂടെ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് സിനിമകൾ കുറേ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ എന്തായാലും പ്ലാനില്ല. കുറേ ഇങ്ങനത്തെ ക്യാൻവാസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ വിഷ്വൽ സ്റ്റോറി ടെല്ലർ ആകുക എന്നുള്ളതാണ് ആഗ്രഹം. അത് നേരത്തെ പറഞ്ഞ പോലെ ഫോക്ലോർ ആകുമ്പം എല്ലാതരം ഓഡിയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യും. ചില ജോണേഴ്സ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫാൻറ്റസി ഇവിടെ ചെയ്താൽ വർക്കാവില്ല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മൾ അതിനൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്ത് അത് വർക്കാക്കി എടുക്കുക എന്നുള്ളതാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അടുത്തതും ഇറങ്ങുമ്പോഴത്തേക്ക് പ്രേക്ഷകരെ രക്ഷിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു. ഹലോ എല്ലാവർക്കും. 3 പേർക്കും കൂടെ ഉള്ള ചോദ്യമാണ്. ഞാൻ റെഡിറ്റിൽ വായിച്ച ഒരു ഡിസ്കഷൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ സൗത്ത് കൊറിയൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് പാരസൈറ്റ് എന്നുള്ള ഫിലിം വന്നിട്ട് ഗ്ലോബലായിട്ട് ഓസ്കർ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരാത്തത്, ഇതുവരെ പുറത്തോട്ടുള്ള ഒരു ഇത് വരാത്തത് എന്നുള്ളതാണ് ആ ഡിസ്കഷൻ ഞാൻ കണ്ടത്. അപ്പോൾ അത് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ്. അത് റൈറ്റേഴ്സിൻ്റെ ഒരു കുറവ് കൊണ്ടാണോ അതോ അത്രയ്ക്ക് സ്റ്റോറീസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണോ ആ ഒരു ഗ്ലോബൽ റീച്ച് വരാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടി. എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പം പാരസൈറ്റൊക്കെ സംസാരിക്കുന്നതിന് മുന്നേ മലയാള സിനിമ എനിക്ക് തോന്നുന്നു പണ്ട് കുമ്മാട്ടി മുതലേ മാർട്ടിൻ സ്കോർസെ വരെയൊക്കെ എത്തിയ പടമാണ് അത്. അങ്ങനത്തെ ഫോക്ലോർ, അതും ഈ പറയുന്ന കാഞ്ഞങ്ങാടും നമ്മൾ ഷൂട്ട് ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ് കുമ്മാട്ടി ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അന്നേ മലയാള സിനിമയുടെ കോണ്ടന്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അതെല്ലാ എറൗണ്ട് ദ ഗ്ലോബ് അതിനെക്കുറിച്ച് ഓൾറെഡി ടോക്കുണ്ട്. പക്ഷെ ഭയങ്കര കൊമേഴ്ഷ്യലി ചർച്ചകൾ ഉണ്ടാവാറില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മലയാള സിനിമ കാണുന്ന ഇഷ്ടം പോലെ ജാപ്പനീസുകാരും വലിയ പ്രൊഡക്ഷൻ ഹൗസിലെ ഹെഡൊക്കെ കാണുന്നവരുണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് നമ്മുടെ ഇവിടെ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലുകളാണ്. ആ ഫിലിം ഫെസ്റ്റിവലിലൂടെ നമുക്ക് അന്നും ഇന്നും അങ്ങനെ ഒരു പോപ്പുലാരിറ്റി ഉണ്ട്. പക്ഷെ പാരസൈറ്റ് ഓസ്കേഴ്സ് കിട്ടുന്ന സമയത്താണ് അതിനൊരു എക്സ്പോഷർ കിട്ടുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമ പണ്ടേ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, അത് തുടർന്നുകൊണ്ടിരിക്കും. അതെ, ദൃശ്യം എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റീമേക്ക് പോയിട്ടുള്ള സിനിമയാണ്. മറ്റ് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലേക്കും, ജപ്പാൻ, കൊറിയ, ഇന്തോനേഷ്യ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന മലയാള സിനിമ ദൃശ്യം ഒരുപാട് ഓൾ ദ വേൾഡ് പോയിട്ടുള്ളതാണ്. ഇപ്പം ജിതിൻ പറഞ്ഞ പോലെയുള്ള സിനിമകൾ. ഇപ്പം എൻ്റെ സൂക്ഷ്മദർശിനി ആണെങ്കിലും ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് നമുക്ക് റൈറ്റ്സും അവിടെ. കാരണം അതിൻ്റെ ഒരു നമുക്ക് യൂണിവേഴ്സൽ കോൺസെപ്റ്റുകൾ പറയുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന ഇമോഷൻ ആണെങ്കിലാണ് അത് വൈഡാവുന്നത്. അപ്പം അതാണ്. അപ്പം ഫാമിലി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ദൃശ്യത്തിനെ വേൾഡ് വൈഡ് റിലേറ്റബിലിറ്റി ഉണ്ടാക്കുന്നത്. പാരസൈറ്റും ബ്രദർ പറഞ്ഞ പോലെ നമുക്ക് കണക്റ്റ് ആവുന്നത് അത് റിച്ച് വേഴ്സ് പുവർ എന്നുള്ള ഐഡിയയിലാണ്. അപ്പം ആ ഐഡിയ ലോകം മുഴുവനുണ്ട്. അപ്പം ആ യൂണിവേഴ്സൽ കോൺസെപ്റ്റുകൾ നമ്മൾ സംസാരിക്കുമ്പം ലോകം മുഴുവൻ സംസാരിക്കപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. I mean, to answer your question, if you look at international acclaim, global recognition, a lot of Malayalam films have done wonderfully over the years. From 80s itself, we have had films which have featured in biggest festivals. Now, if you're particularly talking about Oscar, that's a different ball game altogether. It's just making the film is not good enough. You have to go and play the right way to, make a stand in there. Because other academy no vote it's a different system altogether. So we have not reached there, but I take an example of beauty contest. I think up until 1990s, mid-90s, Indian women barely won that. But once we won one, there was no stopping. We will be there in Reckon every other year. So hopefully films will be the same thing. So somebody has to break through and win one big one, and then I think it'll open up a floodgate. So yeah. Hi guys, my name is Neeta. I'm a movie buff and a Malayali, and I'm incredibly proud of the place where Malayalam cinema is right now, thanks to the imagination of guys like you.
Where do you see Malayalam cinema going? Can we step above this? ഈ വഴിവെട്ടി എങ്ങോട്ടാ പോകുന്നത്? വഴിവെട്ടി ആക്ച്വലി നമ്മുടെ സിനിമ ലോകം മുഴുവൻ സംസാരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെ. ആക്ച്വലി ഇനിയും നമ്മൾ വരുന്ന ജനറേഷനെ ഇനി സിനിമകൾ എടുക്കാൻ പോകുന്ന ഫിലിം മേക്കേഴ്സായിട്ട് വരുന്നവരെയും അവർ ചിന്തിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സലായിട്ട് നമ്മൾ സിനിമകൾ നമ്മൾ തോട്ടുകളെ യൂണിവേഴ്സലാക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് വലുതാവുകയാണ്. നമ്മളെ പഞ്ചായത്തിൽ മാത്രം കാണുന്ന ഒരു പർപ്പസിൽ നിന്നും നമ്മുടെ സിനിമ വലിയൊരു വൈഡർ ആസ്പെക്റ്റിലേക്ക് സിനിമ മാറുമ്പോൾ നമുക്ക് വലിയ സിനിമകൾ എടുക്കാനുള്ള ഒരു മാർക്കറ്റും കൂടിയാണ് തുറന്നു വരുന്നത്. അപ്പം ഉറപ്പായിട്ടും അങ്ങനെ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആക്ച്വലി അപ്പോഴാണ് നമ്മളുടെ ഇപ്പം ജിതിന് ചിന്തിക്കാൻ പറ്റിയ പോലെ അത്രയും വൈഡറായിട്ട് വലിയ സ്കെയിലുകളിൽ സിനിമ ചെയ്യാനും പറ്റുക. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ബേസിക്കലി ജിതിൻ പറഞ്ഞ പോലെ നമ്മൾ ഗ്ലോബലി പ്ലേസ് ചെയ്യപ്പെടണം. അല്ലെങ്കിൽ ഇപ്പം കേരളത്തിൽ നിന്നൊന്നും പറയണ്ട, ഓക്കെ അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഇന്ത്യൻ സിനിമ ചെയ്തു, അത് കൊണ്ടെത്തിക്കാൻ പറ്റുന്നുണ്ട്, പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എത്തിക്കപ്പെടുക എന്നുള്ളത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അത് ഇനിയെങ്കിലും അത് എന്തെങ്കിലും ഒരു മാറ്റം അത് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ നമുക്കിപ്പം തെലുങ്ക് ഇൻഡസ്ട്രിയോ ഹിന്ദി ബോളിവുഡോ ഒക്കെ സ്പെൻഡ് ചെയ്യുന്നൊരു മാർക്കറ്റിംഗ് ലെവലിലേക്ക് നമുക്ക് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അത് സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ മാറും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ഇതേപോലെ കുറേ വലിയ സിനിമകളുണ്ട്, വലിയ ബഡ്ജറ്റ് ആവുന്ന സിനിമകളുണ്ട്. ആദ്യത്തെ സാധനം പ്രൂവ് ചെയ്തതുകൊണ്ട് സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ആണ്. എന്നാലും അത്ര ഈസിയൊന്നും അല്ല അടുത്ത രണ്ടാമത്തെ പടത്തിന് പ്രൊഡക്ഷൻ കിട്ടാൻ. അത് അത്രയും ബഡ്ജറ്റഡ് ആയിട്ടുള്ള സിനിമ ആയതുകൊണ്ട് അത് മലയാളത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് എല്ലാവരും ചോദിക്കും വേറൊരു ലാംഗ്വേജ് ചെയ്തുകൂടെ എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ഈ സിനിമ രണ്ടാമത്തെ സിനിമ മലയാളത്തിൽ തന്നെ ചെയ്യണം, അതിന് ഇത്ര കോസ്റ്റ് ആവും. പക്ഷേ ഐ ഹാവ് എ പ്ലാൻ, ലൈക്ക് അത് ഇത്രയെങ്കിലും റിക്കവർ ആവും എന്നുള്ളൊരു പ്രൊജക്ഷനുണ്ട്. അത് ട്രസ്റ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് വരുമ്പോഴാണ് എന്നെ പോലെയുള്ളൊരു ഫിലിം മേക്കറിന് അങ്ങനത്തെ സിനിമ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റിലൊക്കെ ഇൻഡസ്ട്രി വളരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങോട്ട് അങ്ങനെ വളരുന്ന ഇൻഡസ്ട്രിയിലായിരിക്കും നമ്മൾ കടക്കാൻ പോകുന്നത് എന്ന് വിശ്വസിക്കുന്നു. To answer your question, the only way is up, and I think we are going in the direction, especially since last year. Malayalam films in general always have been like, where industry illi samsaram ketal, we always make great films. But something that lacked us was that commercial viability. I think our movies never, I think ours was probably the last industry to break that 100 crore threshold or something like that. So, last year, I mean, we had huge success. Financially, most of the movies worked. Like, there are quite a few movies like Manjumal Boys and Ajendra Randam Oshanam, Guruvayur Ammal Nadel, Premalu. These movies did wonderfully in the box office. And I think the box office success will help us to reach that, because at the end of the day, money talks. So that I think helps. The qualities have been improving day by day. I think if you ask me, I may be biased, but Malayalam is the number one film industry in terms of quality. In terms of financial success, I don't know, but in terms of the kind of movies we make, I think I would say we are probably top up there. So yeah. ഹായ്, എൻ്റെ പേര് വിഷ്ണു, റൈറ്ററാണ്. എനിക്ക് ചോദിക്കാനുള്ളത് ജിതിൻ MC അടുത്തും സെന്നസാൻ്റെ അടുത്തുമാണ്. ഇപ്പോൾ ജിതിൻ ലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടു, ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കഥ കേൾക്കുമ്പോൾ അതിൽ കാലഘട്ടം ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ടെക്നിക്സ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും നിങ്ങൾ എഴുതുന്ന അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റിൽ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്ക് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയുടെ ഐഡിയ എന്താണോ, ഇപ്പം സൂക്ഷ്മദർശിനി, ഇപ്പം ഞാൻ എൻ്റെ എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പം സൂക്ഷ്മദർശിനി എന്ന് പറയുന്നൊരു സിനിമയുടെ ഐഡിയ ആദ്യം ഉണ്ടാകുന്നത് പ്രിയദർശിനി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ എങ്ങനെ പറയാം, ഇത് എങ്ങനെ പറയാമെന്ന് പറയുമ്പോൾ തന്നെ ആ ഐഡിയയിൽ തന്നെ വരുവാണ്. ഇറ്റ് ഷുഡ് ബി എ നെയ്ബർഹുഡ്. അപ്പോൾ ആ ജോഗ്രഫി തന്നെയാണ് ആദ്യത്തെ ഐഡിയയിലേക്ക് വരുന്നത്. സോ അത് ആ ഐഡിയയിലും നമ്മൾ ആലോചിക്കുന്ന തീമിലും കോൺസെപ്റ്റും ഒക്കെ നമ്മളത് ഒരു ബേസിക് 3 ആക്ടിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കിതെല്ലാം ചെയ്ത് കിട്ടുകയാണ്. നമുക്ക് തന്നെ ഡിറൈവ് ചെയ്തെടുക്കാം ആ കഥയിൽ നിന്നും. ഇത് ഏത് പീരീഡാണ്, ആക്ച്വലി ഇത് എവിടെയായിരിക്കും സെറ്റ് ചെയ്യാം. അപ്പോൾ സൂക്ഷ്മദർശിനി അത് കറണ്ട് സിനാരിയോ ആയിരിക്കണം. അതൊരു
പീരിയഡ് അല്ല, നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ അതിനെ പറയണം എന്നുള്ളത് അത് കഥ തന്നെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഇന്നത്തെ സൊസൈറ്റീനെയാണ് അത് കാണിക്കുന്നത്. സോ എനിക്കത് 90കളിൽ പ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. ഇന്നിതാണ് അവസ്ഥ എന്ന് എനിക്ക് കാണിച്ചേ പറ്റും. അപ്പം ആ ഐഡിയയിൽ തന്നെ അതുണ്ട് എപ്പോഴാണ് ഇത് പറയേണ്ടതെന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കഥയെ തന്നെ നമ്മൾ ഒരു ഫിലിം മേക്കർ, റൈറ്ററും അതിനെ തന്നെ നമ്മൾ മാക്സിമം ഡിറൈവ് ചെയ്യുമ്പം എല്ലാത്തിൻ്റെ ഉത്തരം ആ കഥയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇത് എവിടെ പറയണം, എങ്ങനെ പറയണം, അതിൻ്റെ തീം എന്താണ്, സബ്ജക്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ കഴിയും. Same question. I'm probably the wrong guy to answer this. ഞാൻ പടത്തിൽ പീരീഡ് ഒന്നുമില്ല. മോസ്റ്റ് ഓഫ് മൈ മൂവീസ് ഹാപ്പൻ ഇൻ 3 or 4 days. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ പടത്തിലും the time span is like 3, 4, 5 days നടക്കുന്ന കഥകളാണ്. So because my favorite genre is like mostly comedy, drama, ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ, ഒരു ചെറിയ ഇൻസിഡൻ്റ് ആയിരിക്കാം. So I basically write based on that. So most of the movies happen within a week. So I wouldn't know much about, going back years or setting in different era or something, because ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. Most of my movies happen in real time. So yeah. Hi, my name is Rahul Vijayan. ഞാൻ ബേസിക്കലി മെർച്ചൻ്റ് നേവിയിലാണ്, ബട്ട് എ ഗ്രേറ്റ് ഫിലിം ലവർ. ആൻഡ് some of my friends are there in the film industry itself. ആൻഡ് ഈ കുറേ ഫോറിൻ സിനിമാസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇൻസ്പയർ ആയിട്ട് നമ്മൾ ഓരോ കഥകളൊക്കെ ഉണ്ടാക്കും. പക്ഷെ അത് പിന്നെ നമ്മളിങ്ങനെ ഓരോരുത്തരടുത്ത് പോയി പിച്ച് ചെയ്യും. ദോസ് ഹു സേ ദേ ക്യാൻ മേക്ക് ദിസ് ഇൻ ടു ഫിലിംസ്. അതപ്പോൾ അവർ പറയും ഇങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ നടക്കില്ല അല്ലെങ്കിൽ പറ്റില്ല എന്ന്. ബട്ട് നൗ you 3 are there who have made it possible with a different type of storytelling and everything. So what is that? നിങ്ങൾ ചെയ്യുന്ന പിച്ചും ഞങ്ങൾ ചെയ്യുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? കാരണം how did you make it? And by the way 1744 ഞാൻ കണ്ടിട്ടുണ്ട്. Thank you. Somebody has seen it. I don't know. In my case, I had to make it happen. Like you said, I didn't get out of Kanjangad and pitch it to others. I decided to make it on my own. I had a friend who was willing to invest. It was a very short, very like budget-wise, we spent about 65 lakhs to finish that film. So, which is a big amount, but comparatively, in front of Jitin Lal, it's one day shoot. So yeah, the answers that you are getting when you go and pitch this project, that's probably that everyone hears in their life probably 100 times. So you just have to keep persist with it, and hopefully it'll happen. Illengil you will have to do it on your own, and conceive it in a different way so that you can do it on your own. So that's what I did. I conceived it in a way that I can afford to make the film. So ആ രീതിയിലാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ കഥ എഴുതുമ്പോൾ I'll change the scene if that scene is going to cost a lot of money for me to execute. So I'll make it simpler. So അങ്ങനെയാണ് നമ്മൾ തിങ്കളാഴ്ച നിശ്ചയം എഴുതിയത്. So eventually it ended up being in one house. That made life all the easier. So yeah. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ഓഡിയൻസിന് വേണ്ടി സിനിമ, ഒരു മാസ് ഓഡിയൻസിന് വേണ്ടി സിനിമ ചെയ്യുന്ന ആളാണ്. അത് ഞാൻ ചെയ്യുന്ന സിനിമകൾക്ക് അത്രയും ബഡ്ജറ്റ് വരുന്നത് കൊണ്ടും ആ ബഡ്ജറ്റ് പ്രൊഡ്യൂസറിന് റിക്കവറായി നഷ്ടം വരുന്നുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാ ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അത് ഇഷ്ടത്തോടെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ക്രാക്ക് ചെയ്തേക്കുന്ന ഫോർമുല എന്ന് പറയുന്നത്, എനിക്ക് ഇഷ്ടമുള്ള ഈ ജോണേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സ് വളരെ റൂട്ടഡ് ആയിട്ടുള്ള രീതിയിൽ പ്ലേസ് ചെയ്യുക, അത് പീരീഡായിട്ട് പ്ലേസ് ചെയ്യുക, അത് ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് അതിനകത്തേക്ക് കൊടുക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഓഡിയൻസിൽ ഉണ്ടാക്കുക സൈക്കോളജിക്കലി. അപ്പോൾ ആ വിഷൻ അല്ലെങ്കിൽ ആ വിഷ്വൽ ഗ്രാമർ വളരെ റൂട്ടഡായിട്ട് പ്ലീസിങ് ആയിട്ടും കളർഫുള്ളായിട്ടും കൊടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഏജ് കാറ്റഗറീനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ഹാപ്പി ആവുന്ന രീതിയിലുള്ള ഒരു ഫിഗേഴ്സ് ആയിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ എനിക്കൊരു സിഗ്നേച്ചർ ഫിലിം ചെയ്യുക എന്നുള്ള പ്ലാനായിരുന്നു. അതേപോലെ ഒരു അങ്ങനെ അധികം ആരും ചെയ്യാത്ത ജോണർ എടുത്തിട്ട് അതിനൊരു ഡിഫറെൻറ്റ് രീതിയിൽ പ്ലേസ് ചെയ്യുക, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചു വെച്ചേക്കാണ്. അതുകൊണ്ടാണ് അത് വർക്ക് ആവുന്നത്. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് വളരെ ഇപ്പോൾ ത്രില്ലേഴ്സ് എടുത്താലും അത് ഇഷ്ടപ്പെടുന്ന ഒരു തരം ആൾക്കാരുണ്ട്. പക്ഷേ അതിന് അത്ര ഡാർക്ക് ആവാതെയും അല്ലെങ്കിൽ വേറൊരു രീതിയിൽ സെറ്റിങ്ങിലേക്ക് അത് കൊണ്ടുപോകുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തും, അതിനൊരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടാവും. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സിന് അത് കൂടുതൽ കണക്റ്റ് ആവാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ആക്ച്വലി ഞാൻ നോൺസെൻസ് എന്ന് പറയുന്നൊരു സിനിമ
ഒട്ടും പ്രാക്ടിക്കലായിട്ടുള്ളൊരു സിനിമയല്ല ആക്ച്വലി. എന്നോട് പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്, ആദ്യത്തെ സിനിമയായിട്ട് ചെയ്യാൻ പറ്റിയ സിനിമയല്ല, ചെയ്യരുത് എന്ന് എന്നോട്. പക്ഷേ എൻ്റെ ഒബ്സഷനായിരുന്നു ആ സിനിമ. കാരണം ഞാൻ കോളേജ് പഠിക്കുമ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ കയറുകയും അത് ചെയ്താൽ കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനമുള്ളൂ എന്നുള്ള രീതിയിൽ അതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചാണ്. അങ്ങനെ ഞാൻ 90 മേളിൽ പ്രൊഡക്ഷൻ കമ്പനികളെ കണ്ടിട്ടുണ്ട് ആ സിനിമ നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ഞാൻ തന്നെ ലേൺ ചെയ്യുവാണ് എന്താണ് അവർക്ക് വേണ്ടത്. ഇപ്പോൾ ബ്രോ ചോദിച്ച ചോദ്യം, എങ്ങനെയാണ് ഒരു സിനിമ ആക്ച്വലി പിച്ച് ചെയ്തത് വർക്കൗട്ട് ആവുന്നതെന്ന്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ എക്സാമ്പിൾ നോൺസെൻസ് ആണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചെയ്തത് ഇതിൻ്റെ മാർക്കറ്റ് സ്റ്റഡിയാണ്. അപ്പോൾ ഒരു ടീനേജ് ഫിലിമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അന്ന് ഇപ്പോൾ 2016 കാലഘട്ടം ഞാൻ ഇറങ്ങിയതാണ് സിനിമ ഓൺ ചെയ്യാനായിട്ട്. അപ്പോൾ അന്ന് ടീനേജ് സിനിമകൾ മലയാളത്തിൽ ഒരെണ്ണം പോലും സക്സസ് ആയിട്ടില്ല. ടീനേജ് ഫിലിംസ് ഹിറ്റല്ല, അതിന് ഓഡിയൻസ് ഇല്ല. അപ്പോൾ ഒരു ടീനേജ് ഫിലിമായിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ പ്രൊഡക്ഷൻ കമ്പനികൾക്ക് താല്പര്യമില്ല. ഒരു ടീനേജ് പുതിയ ആളെ കൊണ്ടുവരണം ഇതെല്ലാം. അപ്പോൾ ഞാനപ്പോൾ ആലോചിക്കുന്നത് ടീനേജ് ഫിലിംസിൻ്റെ മാർക്കറ്റ് എന്താണ്. അങ്ങനെയാണ് ഞാൻ ഏഷ്യൻ കൺട്രീസിലേക്ക് പോകുന്നത്. അപ്പോൾ ഏഷ്യൻ കൺട്രി, ജപ്പാൻ, കൊറിയ, അങ്ങനെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ ടീനേജ് സിനിമകൾക്ക് ഭയങ്കര താല്പര്യം കൂടുതലാണ്. അതുപോലെ തന്നെ സ്പോർട്സിനും. അപ്പം ഞാനൊരു മാർക്കറ്റ് സ്റ്റഡി ഉണ്ടാക്കിയിട്ട് ഞാൻ അടുത്തൊരു പ്രൊഡക്ഷനെ കാണാൻ പോകുമ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ഓഡിയൻസ് ഏഷ്യൻ കൺട്രീസിലാണ്. അതായത് അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അപ്പം അവർക്ക് മനസ്സിലാവുന്നില്ല ആക്ച്വലി അത് എന്തിനാണ് നമ്മൾ മലയാളത്തിൽ സിനിമ ചെയ്യുന്നത് ഏഷ്യൻ കൺട്രീസ് മാർക്കറ്റ് വെച്ചിട്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ടു ബി ഞാൻ പറയാണ്, ആ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബിസിനസ് മുഴുവൻ വന്നിരിക്കുന്ന ഏഷ്യൻ കൺട്രീസിൽ നിന്നാണ്. കാരണം ആ മാർക്കറ്റ് സ്റ്റഡി നടത്തിയതുകൊണ്ടാണ്. അപ്പം ഹോങ്കോങ് അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ എനിക്ക് TV റൈറ്റ്സ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇപ്പോഴും ഇപ്പം നമുക്ക് നോക്കിയാൽ ചൈനയിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമ ഡങ്കലാണെന്ന് എല്ലാവരും പറയും. പക്ഷേ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സീക്രട്ട് സൂപ്പർ സ്റ്റാറാണ് അമീർ ഖാൻ തന്നെ. കാരണം അതൊരു ടീനേജ് ഫിലിമാണ്. അപ്പം ഡങ്കൽ ഒരു സ്പോർട്സ് ഡ്രാമയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഏഷ്യൻസിന് അത് താല്പര്യം. അപ്പം നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് സെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് എന്താണ്. അപ്പം നമ്മൾ ഒരു പിച്ച് ചെയ്യാൻ പോകുമ്പോൾ, ഞാനിപ്പോൾ സൂക്ഷ്മദർശിനി ആണെങ്കിലും ആ പ്രോജക്റ്റ് ഞാൻ പിച്ച് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം പിച്ച് ചെയ്യാൻ പോയത് ഹിന്ദിയിലാണ്. പോകുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ആക്ച്വലി ഇതാണ് ഓഡിയൻസ്, ഇതാണ് ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ്. അപ്പോൾ ആ ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണ ഫിലിം മേക്കർ ഉണ്ടാവുന്നത് നല്ലതാണെന്നാണ് എൻ്റെ പെർസ്പെക്റ്റീവ്. എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവാണ്. അത് നമുക്ക് പ്രാക്ടിക്കലാവാൻ പ്രാക്ടിക്കലാവാൻ ഒരുപാട് നമ്മളെ ഗുണം ചെയ്യും. താങ്ക് യു സെന സർ, താങ്ക് യു ജിതിൻ ലാൽ, താങ്ക് യു ജിതിൻ. പുതിയ വഴികൾ വെട്ടിത്തെളിക്കാൻ പുതിയ മേക്കേഴ്സിന് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടുന്ന ഇൻസൈറ്റ്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടി. നിങ്ങളും പുതിയ വഴികളിൽ ഇനിയും തെളിയിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് എവരി വൺ ഫോർ ജോയിനിങ്.